വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ. ഡോക്ടർ റഹ്മാൻ സാഹിബ്, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ബുഷ്റക്കുമല്യവും ഇന്നത്തെ പരിപാടിയിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശരീരത്തെ അറിയുക, സൃഷ്ടാവിനെ അറിയുക എന്ന മനോഹരമായ ടൈറ്റിൽ ഹൃദ്യമായ രൂപത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ റഹ്മാൻ സാഹിബ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ തുടക്കം മുതലേ ഉള്ളയാളാണ് ഡോക്ടർ റഹ്മാൻ സാഹിബ്. ചില പ്രശ്നങ്ങളും അതുപോലെ നെറ്റ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലങ്ങളും തിരക്കുകളും കാരണമാണ് വിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ മനോഹരമായി ശരീരത്തെ അറിയുക, സൃഷ്ടാവിനെ അറിയുക, പരിശുദ്ധമായ ഖുർആനിലെ വചനങ്ങൾ മനോഹരമായി പറഞ്ഞുകൊണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് പടച്ച തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ പടച്ച തമ്പുരാൻ ഏതെല്ലാം തരത്തിലുള്ള രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പടച്ച തമ്പുരാൻ ഒരാളുടെ സൃഷ്ടിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നൊക്കെ പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രം അത് മുഖേന എന്ത് പറയുന്നു എന്ന് വളരെ മനോഹരമായി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഡോക്ടർ റഹ്മാൻ സാഹിബിന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആരോഗ്യപരമായ ചോദ്യങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഡോക്ടർ റഹ്മാൻ സാഹിബ് മറുപടി പറയും. സംശയമുള്ള സുഹൃത്തുക്കളൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് മുകളിൽ വരണമെന്ന് അറിയിക്കുന്നു. ഏതായാലും എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് 3 മാസത്തിന് ശേഷമൊക്കെ റൂഹ് ഊതുന്നതിനെ കുറിച്ച് ശാസ്ത്രം എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഗർഭം ധരിച്ചതിന് ശേഷം എത്ര കഴിഞ്ഞിട്ടാണ് ജീവൻ ഉണ്ടാവുക, അതിനെക്കുറിച്ച് എന്താണ് ശാസ്ത്രം പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഇൻഷാ അല്ലാഹ് ചോദ്യം ചോദിക്കാനുള്ളവരൊക്കെ സുഹൃത്തുക്കൾ ഓരോരുത്തരായി റൈസ് ഹാൻഡ് ചെയ്ത് മുകളിൽ വരണം. ഒന്നുകൂടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഭിവാദ്യങ്ങൾ ഡോക്ടർ റഹ്മാൻ സാഹിബിനെ അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുനീർ GROID ഗ്രോഡാണ്. ഏതായാലും അദ്ദേഹത്തിന് മൈക്ക് വേണമെങ്കിൽ എടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ അൽ-ഇസ്തിഖാമ ഉസ്താദ് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇൻഷാ അല്ലാഹ് ഞാൻ പരിഗണിക്കാം. ആ കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു പഠനം വേണം. ഏത് സമയത്ത് നിന്നുള്ള ഏത് ടേമിലാണ് ശരിക്ക് ജീവൻ എന്നുള്ള രീതിയിൽ പ്രയോഗിക്കുന്നത്, ജീവന്റെ ലക്ഷണമായിട്ട് ഒരു നമ്മൾ പുറത്ത് കാണുന്നത് ഹൃദയമിടിപ്പായിട്ട് പറയുകയാണെങ്കിൽ അതിന് ചില സമയങ്ങളുണ്ട്. അതല്ല സെൽസിന്റെ ജീവിതമാണെങ്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ജീവൻ ആദ്യമേ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കുറച്ച് നോക്കിയിട്ട് തന്നെ പറയേണ്ടി വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഇവിടെ ഈ റൂഹ് ജീവൻ അത് രണ്ടാണെന്ന് തോന്നുന്നു. ആദ്യം ചോദിച്ച ആള് ജീവൻ റൂഹ് ആയിരുന്നു ചോദിച്ചത്. പക്ഷെ ജീവനും റൂഹും തമ്മിൽ വ്യത്യാസമുണ്ട്. ജീവൻ ഡോക്ടർ പറഞ്ഞതുപോലെ ആദ്യം മുതലേ ഉണ്ട്. ഭ്രൂണം ആയിട്ട് നിൽക്കുമ്പോഴും ബീജമായിട്ട് നിൽക്കുമ്പോഴും അണ്ഡമായിട്ട് നിൽക്കുമ്പോഴും അത് ഭ്രൂണമായി മാറുമ്പോഴൊക്കെ എന്റെ അറിവാണ്. അത് ചിലപ്പം തെറ്റാം, ഡോക്ടർ തിരുത്തിയാൽ മതി. അത് ആദ്യം മുതലേ ഉണ്ട്. പക്ഷെ ആത്മാവ് എന്ന് പറയുന്ന നമ്മുടെ ഞാൻ എന്നുള്ള ആ സത്വം, ഞാൻ എന്ന് പറയുന്ന അതും ജീവനും രണ്ടാണെന്നാണ് എന്റെ അറിവ്. യെസ്, ഓക്കെ. അപ്പൊ ആ ഞാൻ എന്നുള്ള ആ സത്വം നാലാം മാസത്തിലാണെന്നാണ് ഇങ്ങനെ നമ്മൾ അറിഞ്ഞു വരുന്നത്. അതിന്റെ കൃത്യമായിട്ട് എനിക്കും അറിയില്ല. പക്ഷെ ജീവനും റൂഹും രണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അൽ-ഇസ്തിഖാമ ഉസ്താദ് ചോദിച്ച സമയത്ത് റൂഹ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്ന് പിന്നെ റൂഹിനെ കുറിച്ചുള്ളൊരു ചോദ്യം ഒരു ഡോക്ടറോടല്ല ചോദിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വേണ്ടത് ഉസ്താദുമാരോട് തന്നെ ചോദിക്കണ്ട, അങ്ങനെയല്ലേ വേണ്ടേ?
റൂഹ് എന്നുള്ളത് ജീവനെ കുറിച്ച് വേണമെങ്കിൽ ഡോക്ടർമാർക്ക് പറയാം അല്ലേ? റൂഹിനെ കുറിച്ച് അതാ ഞാൻ പറഞ്ഞു, ജീവനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ജീവൻ രണ്ട് രീതിയിലുണ്ട്. ഒരു സെല്ലുലാർ ലെവലിലുള്ള ജീവനുണ്ട്, അത് ഓരോ കോശങ്ങളും എങ്ങനെ ജീവിക്കുന്നു അത് നോക്കുകയാണെങ്കിൽ തുടക്കം മുതലേ ജീവനുണ്ട്. അതേസമയം ഒരു വയബിലിറ്റി, ഒരു വസ്തുവിന്റെ വയബിലിറ്റി നോക്കുന്നത് ഹാർട്ട് ബീറ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹാർട്ട് ബീറ്റ് തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത്, അതേസമയം ആത്മാവ് എന്നുള്ള രീതിയിൽ ആത്മാവും അതിന്റെ രീതിയും കാര്യങ്ങളും അത് ജീവനിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അത് എന്നോട് ചോദിക്കേണ്ടതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ മറ്റു ചോദ്യങ്ങൾക്ക് വേണ്ടി മൈക്കിൾ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ് കൂടി ഇവിടെ അടിച്ചത് കൊണ്ട് ഓർമ്മയായിട്ട് പറയാണ്. കുലിർ റൂഹും മിൻ അംരി റബ്ബി. എനിക്ക് തോന്നുന്നു റൂഹിനെ കുറിച്ച് കൃത്യമായിട്ട് ഖിയാമത്ത് നാൾ വരെ പറയാൻ കഴിയണം എന്നില്ല, പിന്നെ വൈദ്യശാസ്ത്രത്തിന്, മെഡിക്കൽ സയൻസിനൊന്നും. കാരണം അത് ആ അറിവ് അള്ളാഹു വിട്ടുകൊടുത്തിട്ടില്ല എന്നാണ് ഇസ്ലാമികപരമായി എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കുലിർ റൂഹു മിൻ അംരി റബ്ബി. അവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവര് റൂഹിനെ പറ്റി യസ്അലൂനക അനിർ റൂഹ്, റൂഹിനെ പറ്റി അവർ ചോദിക്കും. അപ്പോ തങ്ങൾ പറയുക അത് എന്റെ രക്ഷിതാവിന്റെ ഇതിൽപ്പെട്ടതാണ്, ആഭ്യന്തര വിഷയത്തിൽപ്പെട്ടതാണ് എന്ന്. ആ നിലക്ക് അള്ളാഹുവാണല്ലോ വൈദ്യശാസ്ത്രങ്ങളൊക്കെ നൽകുന്നത്. ആ നിലക്ക് അതിന്റെ ഒരുപക്ഷെ വൈദ്യശാസ്ത്രവും ഇരുട്ടിൽ തപ്പുകയായിരിക്കും റൂഹിനെ കുറിച്ചിട്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട റഹ്മാൻ സാഹിബിന്റെ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടി. റഹ്മാൻ സാഹിബ് അവസാനം നിർത്തിയാലോ, എന്റെ ക്ലാസ് എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്നുള്ളത്. അത് ശരിക്ക് റഹ്മാൻ സാഹിബിന്റെ പേഴ്സണലായ സംശയം മാത്രമാണ്. പക്ഷെ ശ്രോതാക്കളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം എഫക്റ്റീവായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാനപ്പോ തന്നെ പേസ്റ്റ് ചെയ്യുകയും ചെയ്തു, വളരെ തികച്ചും എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത്. അപ്പോ പിന്നെ ഡോക്ടർ ചോദിക്കാതെ ഒരു ഭൗതിക ശാസ്ത്രം കൂടി കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ നേരത്തെ സംസാരിച്ചതിന് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അതായത് റൂഹ് ശരീരത്തിൽ ഇറങ്ങുമ്പോഴാണല്ലോ ശരിക്ക് ജീവൻ, ഹയാത്ത്. മരണം എന്ന് പറഞ്ഞാൽ മുഫാറക്കത്തു റൂഹി ബിൽ ബദൻ അലിമിനൽ ബദൻ, ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിയുമ്പോൾ സംഭവിക്കുന്നത്, അങ്ങനെ നമ്മളെ വിശ്വം. അപ്പോ അതിന് മനസ്സിലാകുന്നത് റൂഹ് ശരീരം ആദ്യമായിട്ടുള്ള റൂഹായാലും റൂഹ് ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞതിനോട് യോജിക്കാൻ തോന്നുന്നില്ല. അപ്പൊ ഈ റൂഹ് 4-ാം മാസത്തിലാണല്ലോ അർത്ഥത്തിലുള്ള ആ ഒരു ജീവൻ, അതായത് 4 മാസം ഉണ്ടാകുന്ന ജീവൻ അല്ലെങ്കിൽ അതിന്റെ വളർച്ച എന്തോ ആവട്ടെ, ആ മാറ്റങ്ങൾ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച ആ ഫാവ് കൊണ്ടുള്ള വളർച്ചാ മാറ്റവും സുമ്മ കൊണ്ടുള്ള വളർച്ചാ മാറ്റമൊക്കെ വിശദീകരിച്ചല്ലോ വളരെ സൂക്ഷ്മമായിട്ട്. ആ വളർച്ചയാകുന്ന ജീവനും 4 മാസത്തിന് ശേഷം റൂഹ് ഇറങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന ജീവനും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് ആ നിലയ്ക്ക് വല്ല മാറ്റവും ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് വല്ല പഠനങ്ങളും നടന്നിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയാ, ഏതായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ജീവൻ എന്നുള്ളവർക്ക് ഇപ്പൊ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കാം. നമ്മൾ റൂഹ് പോയി കഴിഞ്ഞാലും നമുക്ക് ആ വ്യക്തിയുടെ അവയവം ദാനം ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? അത് മരിച്ചു കഴിഞ്ഞ ആളുടെ അവയവം ദാനം ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോ സെല്ലുലാർ ലെവലില് ഉള്ള ഒരു മരണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ജീവൻ വ്യത്യസ്തമായിട്ട്, അല്ലാതെ ഉസ്താദ് പറഞ്ഞ ഉദ്ദേശിച്ച് ഞാനൊരു രണ്ട് രീതിയിൽ എടുക്കണം. അതായത് ശാസ്ത്രം എടുക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന് രണ്ട് സാങ്കേതികമായ വശം ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ ശരിക്ക് ഓരോ സെൽസും ഡെഡായി പോയി കഴിഞ്ഞ് ഒരു സെല്ലിനകത്തുള്ള സെല്ലുലാർ ഡെത്ത് കഴിഞ്ഞാൽ മാത്രമേ ശരിക്ക് അത് ശൂന്യമായി പോകുന്നുള്ളൂ. ആ രീതിയിൽ നോക്കുമ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ട് വരുന്നു എന്നുള്ളതാണ് അതിൽ സൂചിപ്പിച്ചത്. ആ ഒരു വ്യത്യാസമാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ശരിക്കും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും ആ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഇത്ര സമയത്തിനുള്ളിൽ ആർട്ട് എടുത്തു കഴിഞ്ഞാൽ വേറൊരാൾക്ക് വെച്ചു കൊടുത്താൽ അയാൾ മനുഷ്യരീരത്തിൽ അത് ജീവിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ അവർക്ക് അവയവദാനത്തിന്റെ ഒരു മസലല്ല ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത്. മെഡിക്കൽ സയൻസിൽ അങ്ങനെ പറഞ്ഞതാണ്. അതേസമയം ബ്ലഡിനകത്ത് ഓരോ സെൽസും, ബ്ലഡിനകത്തുള്ള ഓരോ സെൽസും ജീവിക്കുന്നുണ്ട്. ആ സെൽസ് ശരീരത്തിനകത്ത് പുറത്തു വന്നാൽ നമ്മുടെ ബ്ലഡ് ബാങ്കിനകത്തും കുറെ കാലം ജീവിക്കും. അത് വേറെ ആൾക്ക് കൊടുക്കും, 3 മാസം വരെ 4 മാസം വരെ. അപ്പോൾ ആ രീതിയിലുള്ള സെല്ലുലാർ ലെവലിലുള്ള ഒരു ജീവിതം ഒരു ലൈഫ് ഉണ്ട്. അപ്പൊ നമ്മൾ കരിയിച്ചു കഴിഞ്ഞാൽ അത് പോയി. അതേസമയം അതല്ലാതെ മൊത്തത്തിലൊരു മനുഷ്യന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റും. ആ രീതി രണ്ട് രീതി തന്നെ എടുക്കണം എന്നുള്ള, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. അത് വേറെ എന്തെങ്കിലും ഒരു ഇന്ന സമയം കൊണ്ട് അങ്ങനെ രീതിയിൽ ഇല്ല. അതേസമയം ഒരു വ്യക്തി ശരിക്ക് ഇങ്ങനെ രണ്ട് പ്രയോഗങ്ങളുണ്ട്. അതായത് ശരിക്കും ഒരു 22 ആഴ്ച 5 മാസമായി വരും അല്ലേ? 4 മാസം എന്ന് പറഞ്ഞാൽ എത്ര മാസം? 4 മാസം എന്ന് പറഞ്ഞാൽ എത്ര ആഴ്ചയായി വരും സാർ? ശരിക്കും 4 മാസം 4 മാസമല്ലേ സാർ പറഞ്ഞു? 4 മാസം എന്ന് പറഞ്ഞാൽ ഒരു 16 ആഴ്ച അല്ലല്ല. 4 മാസം എന്ന് പറഞ്ഞാൽ 16 ആഴ്ച ആകുമ്പോൾ 4 ആഴ്ച ഒരു മാസമാവില്ലല്ലോ. 17, 18 2 മാസം കൂടുമ്പോൾ തന്നെ 16 ഒരാഴ്ച വരും. 17, 18 ശരിക്കും അതിലൊരു വ്യത്യാസം വരുന്നത് ഒരു 20. ഇപ്പൊ ശരിക്ക് ഇപ്പോഴത്തെ ഒരു നില അനുസരിച്ച് ഒരു മനുഷ്യൻ അതുമായിട്ട് ഏറ്റവും സാമ്യമുള്ള രീതിയിൽ വേണം പറയുകയാണെങ്കിൽ 20 വയസ്സ് അല്ല 20 ആഴ്ചയെങ്കിലും മിനിമം വളർച്ചയുള്ള ഒരു കുട്ടി പ്രസവിക്കുകയാണെങ്കിൽ ആ കുട്ടി ജീവിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് ഇപ്പൊ ശാസ്ത്രം പറയുന്നത്. അതേസമയം കുറെ മുമ്പ് പറഞ്ഞിരുന്ന 26 ആഴ്ചയായിരുന്നു. ഇനി ശാസ്ത്രം കുറച്ചുകൂടെ അല്ലെങ്കിൽ അതിന്റെ രീതികളും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ 20 എന്നുള്ള വീണ്ടും തായി 16, 17 ആയിന്നും വരാം. ഇനി കുറെ കൂടെ രീതിയിലും കുറെ കാര്യങ്ങളും അതിൽ കൂടുതൽ ആ ഒരു കാര്യത്തിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം പറയുന്നില്ല. ഗർഭപാത്രത്തിന് പുറത്ത് ഒരു ഫീറ്റസിന് ജീവിക്കാൻ ഒരു നേരത്തെ ജനിച്ചു പോയി ആ കുട്ടി ജീവിച്ചു പോകണമെങ്കിൽ എല്ലാ സപ്പോർട്ടും കൊടുത്ത് ജീവിച്ചു പോകണമെങ്കിൽ ഇപ്പൊ ശാസ്ത്രം പറയുന്നത് ചുരുങ്ങിയത് 20 ആഴ്ച വേണമെന്നാണ്. അതേസമയം ഞാൻ അതിന്റെ അത് സാങ്കേതികമാണ്, അതല്ലെങ്കിൽ അത് ഒരു എന്താ പറയാ ആപേക്ഷികമാണെന്ന് പറയാൻ കാരണം കുറച്ച് മാസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് 26 ആഴ്ച എന്നാ പറഞ്ഞിരുന്നത്. 26 ആഴ്ചയെങ്കിലും ഉണ്ടെങ്കിലേ വളർച്ച ആവുള്ളൂ. കാരണം അന്ന് അത്രേ കരുതിയിരുന്നു, അത്ര ഉണ്ടെങ്കിലേ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ഇന്നത്തെ ഇതനുസരിച്ച് അത് 20 ആഴ്ച വരെ എന്നാണ് ഇപ്പൊ പറയുന്നത്. നാളെ അതിലേക്കും കൂടാം, അല്ലെങ്കിൽ നാളെ അതിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ ആവാം. അപ്പോ ആ രീതിയിലാണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും അങ്ങനെ ഒരു സാമ്യം കാണുന്നുണ്ട് അവിടെ. ഭ്രൂണത്തിന് തന്നെ ജീവനില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഒരു മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് സെല്ലുലാർ ലെവലിൽ അവ ജീവിക്കുന്നുണ്ട്. അതേസമയം ജീവൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് പുറത്ത് അതിന് എക്സിസ്റ്റൻസ് ഇല്ല.
അതിന് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു കഴിഞ്ഞു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അതിന്റെ അവയവം നമ്മൾ സൂക്ഷിക്കുകയും വേറെ ആൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ കർമ്മശാസ്ത്രപരമായ മസലല്ല പറഞ്ഞത്, അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ സൂചിപ്പിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇതുവരെ സംസാരിച്ച വിഷയത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. ഡോക്ടർ, ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിരുന്നു. 290, നെക്സ്റ്റ് മാസം ചെക്ക് ചെയ്തപ്പോൾ 260 എന്ന റിസൾട്ടാണ് കിട്ടിയത്. ഡോക്ടർ എന്നോട് പറഞ്ഞ് ഈ ഗുളിക കഴിക്കാൻ വേണ്ടി പറഞ്ഞു. 10 mg ഗുളികയാണ് കഴിച്ചിരുന്നത്. 20 ദിവസം കഴിച്ചപ്പോൾ 154 ഇനി ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യണോ അതോ എന്താണ് ചെയ്യേണ്ടത്? 1 വർഷത്തോളമായിട്ട് കൊളസ്ട്രോൾ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് മറ്റു അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ, അതായത് ഹാർട്ടിന്റെ അസുഖം, ഷുഗർ, നെഞ്ചുവേദന ഇങ്ങനെയൊന്നും ഇല്ല എങ്കിൽ കൊളസ്ട്രോളിന് അങ്ങനെ കൃത്യമായ ഒരു ഇപ്പൊ എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് അതിനൊരു ടാർജറ്റ് വെക്കുന്നത്. അത് ഇത് ഒരൊറ്റ ഒരു 54 മാത്രം വെച്ചിട്ടല്ല, വേറെ നമ്മുടെ ഭക്ഷണം കഴിക്കാത്ത സമയത്തുള്ള പല കൊളസ്ട്രോൾ ഉണ്ട്. നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയെല്ലാം നോക്കി അതിന് ഓരോന്നിനും ഓരോ ടാർജറ്റ് വെക്കും. അതായത് നിങ്ങളുടെ മറ്റു അസുഖങ്ങൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് ഹാർട്ടിന്റെ അസുഖം ഉണ്ടോ, BP ഉണ്ടോ ഒന്നും എനിക്കറിയില്ല. നിങ്ങളുണ്ട്, നിങ്ങളില്ല എന്ന് പറയുന്നത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ എക്കോ ചെയ്തിട്ടുണ്ടോ അറിയില്ല. ഏതായാലും മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ കൂടുതലാകുമ്പോഴാണ് അത് തരിക. അതേസമയം മരുന്ന് മാത്രമല്ല അതിന് ചെയ്യാൻ, ഭക്ഷണ നിയന്ത്രണവും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. 150 എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. വളരെ കുറവാന്നല്ല, നമ്മൾ വിചാരിക്കുന്നില്ല. നമുക്ക് മരുന്ന് വെച്ച് കുറയ്ക്കാൻ 200-ന് മുകളിലാണെങ്കിൽ നമ്മൾ മരുന്ന് വെച്ച് കുറയ്ക്കാറുണ്ട്. 200-ന് താഴെയാണെങ്കിൽ മരുന്ന് വെച്ച് കുറയ്ക്കേണ്ട. അതേസമയം ചിലപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പൊ കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ മരുന്ന് നിർത്തി നോക്കാം കുറച്ച് സമയത്തേക്ക്. വീണ്ടും വല്ലാതെ കൂടുകയാണെങ്കിൽ വീണ്ടും തുടങ്ങേണ്ടി വരും. 200-ന് താഴെയാക്കി നിർത്താം. അതേസമയം മറ്റു അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് കുറെ കൂടെ ലിബറലായിട്ട് അത് കാണാറുണ്ട് ഡോക്ടർ. മറ്റു അസുഖങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, ഹാർട്ടിന്റെ അസുഖം, പ്രഷർ, ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കാറ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. ഡോക്ടർ സാറിനോട് ഒരു സംശയം. ഈ ഗർഭസ്ഥ ശിശു മെയിൽ ഓർ ഫീമെയിൽ ആകുന്നതില് പുരുഷ ബീജത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധി പ്രകാരം മാത്രമായിരിക്കുമോ? അപ്പൊ ഞാൻ ഒരിക്കൽ കേട്ടു, ഈ സ്ത്രീയുടെ അണ്ടവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ കേട്ടു. അപ്പൊ പുരുഷ ബീജത്തിന് ഇതിനെന്തെങ്കിലും ഇതുണ്ടോ എന്ന് ഒരു സംശയം. മൈക്രിലി ചോദ്യം ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന് ഇത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ്. അങ്ങനെയല്ലല്ലോ. പുരുഷബീജമാണ്. പുരുഷബീജം ഏത് അവിടെ എത്തിപ്പെടുന്നു എന്നതാണ് കുട്ടിയുടെ ലിംഗം തീരുമാനിക്കുന്നത്. പക്ഷെ അത് ഏതെത്തണമെന്ന് തീരുമാനിക്കണം അള്ളാഹുവാണ്, അല്ലേ? അങ്ങനെയല്ല അതിന് പറയാൻ പറ്റും. അത് 2 തരത്തില്. പുരുഷന്റെ 23-ാമത്തെ സെറ്റ് ക്രോമസോം എക്സും വൈ ആണ്. XY ആണ്. അത് 2 ആയിട്ട് പിരിയും, എക്സ് ആയിട്ടും വൈ ആയിട്ടും പിരിയും. അപ്പോൾ ഒരു പുരുഷനിൽ നിന്ന് ഉണ്ടാവുന്ന ബീജങ്ങളിൽ പകുതി അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ മെയിലുണ്ടാവും, മെയിലാണെങ്കിൽ. വൈ ആണെങ്കിൽ പകുതി ഒന്ന് എക്സ് ആയിരിക്കും, ഒന്ന് വൈ ആയിരിക്കും. മൂന്നാമതുണ്ടാവുന്ന എക്സ് ആണെങ്കിൽ നാലാമതുണ്ടാവുന്ന വൈ ആയിരിക്കും. അങ്ങനെ ഒരു സെല്ല് പിരിഞ്ഞാൽ ഒരു എക്സും ഒരു വൈയും ഉണ്ടാവും. അങ്ങനെ പകുതി എക്സും പകുതി വൈയും ഉണ്ടാവും. അതിൽ ഏതാണ് അവിടെ ഫെർട്ടിലൈസേഷന്റെ സ്ഥലത്ത് ആദ്യം എത്തുന്നത് അത് വിജയിക്കും. അത് വൈ ആണ് കയറുന്നതെങ്കിൽ മെയിലായിരിക്കും, എക്സ് ആണ് കയറുന്നതെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. അത് തീരുമാനിക്കുന്നത് പഠിച്ചവന്റെ കഥ കൊണ്ടാണ്. അങ്ങനെ വിചാരിച്ചത് പഠിച്ചവനതിൽ കയ്യില്ല എന്നല്ല. അതേസമയം അതും അതിനെയും സൂചിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നുത്ഫ എമിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ അത് തീരുമാനിക്കപ്പെടുന്നുണ്ട് ശരിക്കും. അതേസമയം സെക്സ് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഒരു ഖുർആനകത്ത് പിന്നീട് വളരെ ലേറ്റ് സ്റ്റേജിലാണ് സെക്സ് തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രയോഗമുണ്ട്. അത് നമുക്ക് എങ്ങനെ അതിനെ പറയാൻ പറ്റുന്ന വെച്ചാൽ ഒരു
കുറെ കഴിഞ്ഞിട്ട്, അതായത് ഒരു ഇത്ര മാസം കഴിയുമ്പോൾ അങ്ങനെ രീതിയിൽ ഏതാ കൃത്യമായിട്ട് എനിക്ക് അതിന്റെ വചനം ഓർമ്മയില്ല, ഒരു ഭ്രൂണാവസ്ഥയിൽ ഇത്ര സമയമാകുമ്പോഴാണ് ഒരു ഇത് തീരുമാനിക്കുന്നത്, അതായത് സെക്സ് ഇതാണ് ലിംഗമെന്ന് തീരുമാനിക്കുന്നത് എന്നൊക്കെ ഒരു വചനമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു ക്രോമസോമൽ സെക്സ്, അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ജനിതകപരമായിട്ടുള്ള സെക്സ് 100% ആ വ്യക്തിക്ക് ഒരു എക്സ് വൈ എന്നാണ്. വൈ ആണെങ്കിലും അയാൾ മെയിൽ തന്നെ ആയിക്കൊള്ളണമെന്ന് 100% പറയാൻ പറ്റൂല. അതേസമയം ആ ഒരു ഭ്രൂണാവസ്ഥയിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ, ചില ഹോർമോണൽ വ്യതിയാനങ്ങളൊക്കെ അത് പുറത്തേക്ക് മെയിലായിട്ടും ഒരു 100% പുരുഷനായിട്ട് പറയാം. അതിന് പകരം ചില ടെസ്റ്റിക്കുലർ ഫെമിലൈസേഷൻ സിൻഡ്രോം എന്ന് പറയും, അത് മെയിലായിരിക്കും ശരിക്ക്. അതിന്റെ ജനിതകപരമായിട്ട് അവരാണായിരിക്കും, പക്ഷെ ജനിച്ചു വീഴുന്നതും വളരുന്നതും എല്ലാം പെണ്ണായിട്ടായിരിക്കും. അപ്പോ അതിന്റെ ഹോർമോണൽ ശരിക്ക് നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾ പുറത്ത് എങ്ങനെ ഉണ്ടായി വരുന്നു എന്നതും കൂടെ ശരിക്ക് ജനിച്ചു വീഴുന്ന കുട്ടിയുടെ പുറത്തേക്കുള്ള ലിംഗം ഏതാണ് എന്ന് തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ ജനിതകപരമായിട്ട് 100-ൽ 99% ജനിതകപരമായിട്ട് 100-ൽ 100% ജനിതകപരമായിട്ടും 100-ൽ 99 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശതമാനവും പുറത്തേക്ക് എക്സ്റ്റേണലായിട്ടും സെക്സ് തീരുമാനിക്കപ്പെടുന്നത് ഗർഭപാത്രത്തിലെ ഫലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ച് പുരുഷ ബീജം പുംബീജവുമായി ചേരുന്ന സമയത്ത് പുരുഷ ബീജം ഏത് തരത്തിലുള്ളതാണ് എന്നതിനെ ആസ്പദമാക്കിയിരിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. അതേപോലെ തന്നെ ഈ സംഭോഗം നടക്കുന്ന സമയത്ത്, അതായത് ഇജ്മാഇന് ഇപ്പൊ പുരുഷ ബീജമാണോ അല്ലെങ്കിൽ സ്ത്രീയുടെ അണ്ടമാണോ ആദ്യമേ വിക്ഷേപിക്കപ്പെടുക, അതിൽ നിന്ന് ഈ മെയിൽ ഓർ ഫീമെയിൽ വേർതിരിയുമോ എന്നുകൂടി ഒന്ന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുരുഷ ബീജം സ്ത്രീ ബീജം ശരിക്ക് സ്ത്രീയുടെ അണ്ടാശയത്തിനകത്ത്, അതായത് ഗർഭപാത്രത്തിന്റെ 2 വശങ്ങളിലായിട്ട് കുറച്ച് വിട്ടായിട്ടാണ് അണ്ടാശയങ്ങൾ ഉള്ളത്. 2 വശങ്ങളിലായിട്ട് ഓവറീസ് ഉണ്ട്. അതിനകത്തുനിന്ന് ഒരു മാസത്തിൽ 1 എന്നുള്ള രീതിയിൽ ഓരോ തവണയും മാസം ഉണ്ടാവുന്നതിന് ഓരോ ചക്രത്തിനകത്ത് 1 എന്നുള്ള രീതിയിൽ അപൂർവമായിട്ട് 1-ൽ കൂടുതൽ എന്നുള്ള രീതിയിലൊക്കെ ഓവംസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്ത്രീ ബീജം ഉണ്ടാവും. അത് ചെറിയൊരു കുഴലിലൂടെ ഗർഭാശയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, അതായത് ആ കുഴലിലായിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ പുരുഷ ബീജം അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ ആ ഒരു മാസത്തിൽ ആ പെണ്ണ് ഗർഭിണിയാവൂ. അതായത് സ്ത്രീയിലെ 30 ദിവസത്തില് 2-3 ദിവസത്തില് പുരുഷ ബീജം അവിടെ എത്തിയിരിക്കണം, എന്നാൽ മാത്രമേ ഗർഭിണിയായിരിക്കും. അല്ലാതെ സ്ത്രീയുടെ ബീജം അവിടെ ഉണ്ടായിരിക്കുന്ന 3 ദിവസങ്ങളിൽ, ആ ഒരു പ്രത്യേക സ്ഥലത്ത് ഉണ്ടായിരിക്കുന്ന 3 ദിവസങ്ങളിൽ ജിമാവ് നടക്കുകയും അവിടേക്ക് പുരുഷ ബീജം എത്തുകയും ചെയ്ത ഒരു 2-3 ദിവസത്തിന്റെ ഗ്യാപ്പ്, അല്ലെങ്കിൽ പുരുഷ ബീജം ഒരു 2 ദിവസം മുമ്പേ നിക്ഷേപിച്ചു എന്ന് കരുതുക, സ്ത്രീ ബീജം അവിടെ എത്തിയിട്ടില്ലെങ്കിൽ സ്ത്രീ ഗർഭപാത്രത്തിനകത്ത് പുരുഷ ബീജത്തിന് 2-3 ദിവസം വരെ ആയുസുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോ 2-3 ദിവസം അങ്ങോട്ടോ 2-3 ദിവസം ഇങ്ങോട്ടോ ഒരു 4-5 ദിവസത്തിന്റെ ഗ്യാപ്പിനകത്ത് പുരുഷ ബീജം സ്ത്രീ ബീജവുമായി അണ്ടവാഹിനി കുഴലിനകത്ത് വെച്ച് സന്ധിക്കുകയാണെങ്കിൽ മാത്രമേ ഗർഭധാരണം നടക്കൂ. അത് എവിടെ ആദ്യം വരുന്നു എന്നുള്ളതല്ല, ആ കൃത്യമായ സമയത്ത് അവിടെ രണ്ടും ഒന്നിച്ചു ചേർന്നാൽ മാത്രം ഗർഭധാരണം നടക്കും. അതല്ലെങ്കിൽ ഈ ഗർഭം ഈ അണ്ടാശയത്തെ അല്ലെങ്കിൽ സിക്താണ്ഡത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഗർഭാശയത്തിനകത്തുള്ള ആ ആവരണം അത് ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം നശിച്ച് പൊഴിഞ്ഞ് പുറത്തോട്ട് വീഴും. അത് ബ്ലീഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഹൈലായിട്ട് പുറത്തു പോവുകയും ചെയ്യും. അതാണ് സാധാരണ രീതിയിൽ സംഭവിക്കാറ്. ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഏത് ആദ്യം വരുന്നു എന്നുള്ളതൊന്നുമില്ല. പുരുഷ ബീജമാണ്, ഏത് പുരുഷ ബീജം അവിടെ എത്തുന്നു
അത് ഞാൻ പറഞ്ഞു മില്യൺ കണക്കിന് പുരുഷ ബീജങ്ങളുണ്ട്. അതിൽ പകുതിയോളം മെയിലിനെ പ്രതിനിധീകരിക്കുന്നു, ആണിനെ പ്രതിനിധീകരിക്കുന്നു, പകുതിയോളം സ്ത്രീയെ പ്രതിനിധീകരിക്കുന്നു, പെൺകുട്ടിയെ പ്രതിനിധീകരിക്കുന്നു. അതിൽ ഏതാദ്യം എത്തുന്നു അതാണ് അണ്ടത്തെ തുളച്ച് അകത്ത് കയറുന്നത്. ഒരിക്കൽ ഒരു പുരുഷബീജം തുളച്ച് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പുരുഷബീജത്തിന് അകത്തോട്ട് കടക്കാൻ പറ്റാത്ത വിധത്തിൽ ചില വ്യതിയാനങ്ങൾ ആ അണ്ടത്തിന് ചുറ്റും സംഭവിക്കുകയും അവിടെ മുതൽ ഒരു മനുഷ്യന്റെ തുടക്കം ഉണ്ടാവുകയും ചെയ്യും. അത്രയാണ് പറയാനുള്ളത്. മൈക്കിൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ട്. നെറ്റിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. മുഴുവനാക്കാൻ കഴിയുമോ എന്നറിയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്ന് ചോദിക്കാണ്. റൂഹ് ആകാൻ അതിന് ജീവൻ അനിവാര്യമാണോ? മനുഷ്യൻ ജീവിക്കണമെങ്കിൽ, അതായത് മനുഷ്യന്റെ ജീവിതത്തിന് ജീവിതത്തിന് ജീവൻ ഒരു ഘടകമാണ്. പക്ഷെ മരണപ്പെട്ടു പോകുമ്പോൾ റൂഹ് നമ്മളിൽ നിന്ന് പിരിയുന്നുണ്ടല്ലോ. അപ്പോൾ അത് രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ ഫറോവയെ പറ്റി വൈദ്യശാസ്ത്രം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഖുർആനിന്റെ ആ മുഅ്ജിസത്ത് എന്നതിലുപരി വൈദ്യശാസ്ത്രത്തിന് അതിനെക്കുറിച്ച് എന്താണ് കണ്ടെത്താനായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. വ്യക്തമാണ് എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റൂഹിന് നിലനിൽക്കാൻ ഒരു ജസദ് വേണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലെ? റൂഹിന് നിലനിൽക്കാൻ ഒരു ജീവൻ വേണമെന്നാണോ അതോ ജസദ് വേണമെന്നാണോ? ഒരു ശരീരം വേണമെന്നാണോ? ഒരു ശരീരത്തിൽ മാത്രമേ റൂഹ് നിലനിൽക്കൂ എന്നാണെങ്കിൽ അത് ഉസ്താദിനോട് ചോദിക്കേണ്ടി വരും. അതേസമയം ജീവനുള്ള അവസ്ഥയിൽ മാത്രമേ റൂഹ് ഉണ്ടാവൂ. അത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പോലെ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരും. രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. രണ്ടും ഒന്നിച്ച് ചോദിക്കരുത് എന്നുള്ള കൂടി പറയാം. ജീവനായിട്ട് തന്നെ ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ, അതേസമയം ഉസ്താദ് പറഞ്ഞ പോലെയല്ല, ചില്ല ലെവലിലുള്ള ജീവൻ. അതായത് അതേസമയം ജസദില്ലാതെ റൂഹ് നിലനിൽക്കാതെ ഉസ്താദിനോട് ചോദിച്ചാൽ മതി. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ റൂഹ് എങ്ങോട്ടാണ് പോകുന്നത്, റൂഹിന് സ്വന്തമായിട്ട് നിലനിൽപ്പുണ്ടോ, ഉസ്താദുമായിട്ട് ചോദിക്കുക. പിന്നെ രണ്ടാമത്തെ ചോദ്യം വേറെന്താ ചോദിച്ചത് മറന്നുപോയി. ഫറോവയെ കുറിച്ച് പറയാനുള്ളത്, അത് അങ്ങനെ ഒരു ശരീരത്തെ മമ്മിഫൈ ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. നമ്മുടെ ഈ ഈജിപ്ഷ്യൻ മമ്മികൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? അതായത് പണ്ടത്തെ കാലത്ത്, വളരെ മുമ്പ്, അന്നത്തെ കാലത്ത് മരിച്ചു പോകുന്ന രാജാക്കന്മാരെ അവര് ചില പ്രത്യേക കെമിക്കലും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്തുള്ള ടെക്നോളജി വെച്ച് അവർ സൂക്ഷിച്ചു വെക്കും. ആ സൂക്ഷിച്ചു വെക്കുന്ന ശരീരത്തിന് ഭൗതികമായി ചില ശോഷണങ്ങളൊക്കെ സംഭവിക്കും, എന്നാലും രൂപമാറ്റം വല്ലാതെ വരാറില്ല. അത് മമ്മിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രത്യേക പ്രോസസ്സിലൂടെ നടത്തിയാൽ മാത്രമേ ആ ഒരു ശരീരം അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും. അതേസമയം ഫറോവയുടെ ശരീരം മമ്മിഫൈ ചെയ്യാതെ തന്നെ പ്രിസർവായി നിൽക്കുന്നു. ഇതാണ് അതിലുള്ള ഒരു മിറക്കിള്, അതിലുള്ള ഒരു ദൃഷ്ടാന്തം. അതാണ് ഫറോവയുടെ ശരീരം കിട്ടിയ സമയത്ത് അത് മമ്മിഫൈ ചെയ്തതിന്റെ ഒരു അടയാളങ്ങൾ ഉണ്ടായിരുന്നില്ല. അതേസമയം ഖുർആന് ആ ഒരു ഫറോവയുടെ ശരീരം നിങ്ങളുടെ ഭാവി ജനതയ്ക്ക് ദൃഷ്ടാന്തമായി സൂക്ഷിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. ആ ഒരു പറയുന്ന കാലഘട്ടത്തിലേക്ക് ഈ കിട്ടിയ ശരീരം ഡേറ്റ് ചെയ്യാൻ ആ സമയത്തേക്ക് യോജിച്ചു വരുന്നുണ്ട്. അങ്ങനെയാണ് റാംസസ് സെക്കൻഡ് എന്ന് പറയുന്ന ഖുർആനിൽ പ്രതിപാദിച്ച. അതിന് ശാസ്ത്രീയ വിശദീകരണം ഉണ്ടെങ്കിൽ പിന്നെ അതൊരു മിറാക്കിളാവോ അബു റഫിയ? അതായത് ഞാൻ ആ ചോദ്യം അതോടുകൂടി മൈക്കിൾ അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഗർഭസ്ഥ ശിശു ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം മാത്രമാണോ ശ്വാസോച്ഛ്വാസം നടത്തുന്നതെന്ന് പറയാം?
അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്വാസോച്ഛ്വാസം നമ്മളിപ്പോ കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പൊ മനുഷ്യന് പുറത്ത് ജീവിക്കുന്ന പോലെയുള്ള ശ്വാസോച്ഛ്വാസം നടക്കാൻ ഗർഭാശയത്തിനകത്ത് പറ്റില്ല. അതേസമയം ആ ഒരു മൂവ്മെന്റ് നടന്നു വിചാരിച്ച് അവർക്കൊന്നും സംഭവിക്കില്ല, മെക്കോണിയം വന്നാലൊഴികെ. അങ്ങനെ ഇതൊക്കെ എല്ലാം കൂടെ അത് പറഞ്ഞാല്, ഒരു ദ്രാവകത്തിനകത്താണല്ലോ ഈ കുട്ടി ജനിക്കുന്നവരെ വളരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ശ്വാസം എടുക്കുന്ന പോലെയുള്ള ഒരു മൂവ്മെന്റ് കുട്ടി നടത്തിയാൽ കുട്ടിക്കൊന്നും സംഭവിക്കില്ല, അതിൽ നിന്ന് ശ്വാസം കിട്ടില്ല, അതായത് ഓക്സിജൻ കുട്ടിക്ക് കിട്ടില്ല. അതേസമയം കുട്ടി അതുകൊണ്ട് നമ്മളിപ്പം വെള്ളത്തിൽ മുങ്ങി ശ്വാസം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയില്ലേ, അതുപോലെ കുട്ടിക്ക് കേടും സംഭവിക്കില്ല. അതേസമയം ആ ഒരു മൂവ്മെന്റ് നടക്കുന്നതിന് കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടി ശരീരം എടുക്കുകയും അതിനകത്തേക്ക് മൂവ്മെന്റ് എടുക്കുകയും ചെയ്യാം. കാരണം ചില ഡിഫിക്കൽട്ട് ലേബറിൽ, അതായത് മീനുകളെ പോലെ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ശരീരത്തിലുള്ള പോലെ തന്നെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. അതേസമയം ലങ്സിനകത്തും വെള്ളം കയറിയാലും ഒന്നും സംഭവിക്കില്ല, അത് പുറത്തു പോയ ശേഷമാണ് നമ്മൾ പ്രസവിക്കുന്നത്. അതായത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഡിഫിക്കൽട്ട് ലേബർ, അതായത് കുറച്ച് പ്രയാസം കൂടിയൊരു പ്രസവം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആണെങ്കിൽ, പ്രസവം വല്ലാതെ ഒന്ന് വൈകിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഗർഭാശയത്തിന് അതിന് മഷി കുടിച്ചു എന്നൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട്. അതായത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടി തന്നെ മിക്കോണിയം, അതായത് കുട്ടിയുടെ വയറ്റിലുള്ളത് പുറത്തു കളയും. അത് തന്നെ കുട്ടി ശ്വസിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ശ്വസിക്കാന്ന് പറഞ്ഞാൽ ലങ്സിനകത്തേക്ക് ആടി പോകാനൊക്കെ സാധ്യത. ഏതായാലും നമ്മൾ പുറത്ത് ശ്വസിക്കുന്ന പോലെയല്ല അകത്ത്. അതേസമയം അവർക്ക് ഓക്സിജൻ കിട്ടുന്നത് അമ്മയുടെ രക്തത്തിൽ നിന്നാണ്. ഉമ്മയുടെ രക്തത്തിൽ നിന്നാണ് അവർക്ക് ഓക്സിജൻ കിട്ടുന്നത്. ഓക്സിജനും അതുപോലെ തന്നെയുള്ള ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട അച്ചുൽ ഫൈസ് ഉസ്താദിന്റെ ക്ലാസ് എപ്പോഴാണെന്ന് പറഞ്ഞിട്ട് അതിന് സമയമാക്കിയിട്ട് ചോദ്യങ്ങൾ നിയന്ത്രിക്കണമെന്ന് ഉസ്താദന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മൈക്കിൾ ലിസിന്ന് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, ക്ലാസ്സിലെന്നല്ല ബഹുമാനപ്പെട്ട ഡോക്ടർ, ക്ലാസ് ഇപ്പൊ ഈ സമയത്തില്ലല്ലോ. ഞാനൊരു സംശയം ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതിന്റെ മുമ്പ് അൽഹംദുലില്ലാഹ് വളരെ എന്താ പറയാ, വളരെ ഭംഗിയായിട്ടുണ്ട് നമ്മളെ ക്ലാസ്സും അതിനുശേഷമുള്ള ഈ ചോദ്യോത്തര ഒക്കെ വളരെ ഉഷാറായിട്ടുണ്ട്. ഡോക്ടർക്ക് ഒരുപാട് തിരക്കായിരിക്കും എന്നറിയാം, പല വിഷമങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം. എന്നാലും അൽഹംദുലില്ലാഹ് ശ്രോതാക്കള്, നേരത്തെ നമ്മൾ അറിയാലോ, തുടക്കത്തിലുണ്ടായിരുന്ന ശ്രോതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ അവിടുത്തെ ക്ലാസ് ശ്രദ്ധിക്കുകയും നല്ല നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് വളരെ തൃപ്തിപ്പെട്ടു എന്നും ഒഴിവ് അനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഇനിയും ഡോക്ടറുടെ സേവനം നമുക്ക് നമ്മുടെ ഈ ക്ലാസ് റൂമിന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഉണ്ടാകണം എന്നും ഒരു അപേക്ഷിക്കാൻ വേണ്ടിയും ഒരു അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയും ഒക്കെയാണ് ഞാൻ റൈസാൻഡ് ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ നേരത്തെ മുതൽ, മുനീറൊക്കെ നേരത്തെ കൈ പൊക്കിയിട്ട് ഇങ്ങനെ ഉണ്ട്. അദ്ദേഹത്തിന് മൈക്ക് കിട്ടാനിട്ടാണോ എന്താണെന്നറിയില്ല. നമ്മൾ സുഹൈർ കാരന്തൂരൊക്കെ ഉണ്ട്. ഏതായാലും ശരി. ഡോക്ടർ അതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാൻ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഡോക്ടർ പറഞ്ഞ നമ്മളെ ഗർഭാശയത്തിലേക്ക് ഒരു പുരുഷന്റെ ഒരു അണു അതിന്റെ ഒന്ന് കടന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മറ്റൊന്ന് പ്രവേശിക്കാൻ ഒരു സാധ്യതയല്ല. അതിലൂടെ കടന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. അത് അതിന്റെ ആ മൂടി അടയപ്പെടുകയാണ്. അതിലേക്കൊന്നും കടക്കണില്ല. എനിക്കൊരു സംശയം, ഈ രണ്ട് കുട്ടികൾ, ഇരട്ട കുട്ടികളൊക്കെ ഉണ്ടാകണ്ടല്ലോ, അതിപ്പോ എങ്ങനെ രണ്ട് അണുക്കൾ ഒന്നിച്ച് കയറുക? എന്താണ് ഇപ്പൊ അവിടെ സംഭവിക്കണത്? എന്താണ് രണ്ട് കുട്ടികൾ എന്താണ് അവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാല് ഒന്ന് മനസ്സിലായിരുന്നു. ഞാൻ മൈക്ക് കൈമാറാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല ചോദ്യമാണ്. രണ്ട് കുട്ടികള് ഒരു അണ്ടത്തിനകത്തേക്ക് ഒന്നിൽ കൂടുതൽ പുരുഷ ബീജം കയറി പോകില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതേസമയം
ഒരേ ഒരു മാസത്തിൽ തന്നെ ചിലപ്പം 2 സൈഡിൽ നിന്നുള്ള ഓവങ്ങളും വന്നേക്കാം, അണ്ടോൽപാദനം ഉണ്ടാകാം. 2 വ്യത്യസ്ത അണ്ടങ്ങളെ 2 വ്യത്യസ്ത പുരുഷ ബീജങ്ങൾ ഫെർട്ടിലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ 2 കൺജോയിന്റ് അല്ലാതെ ഒരേപോലെ ഇരിക്കാത്ത 2 കുട്ടികൾ പ്രസവിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അതായത് ഒരു കുട്ടി ആണും ഒരു കുട്ടി പെണ്ണുമാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി മുഖച്ചായ ഇല്ലാത്ത 2 ആൺകുട്ടികൾ അല്ലെങ്കിൽ മുഖച്ചായ ഒരേപോലെ ഇല്ലാത്ത 2 പെൺകുട്ടികളാണെങ്കിൽ അത് ഡൈസൈഗോട്ടിക് 2 സൈഗോട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുട്ടികളാണ്. അതായത് 2 ഓവം 2 അണ്ടാശയത്തിൽ നിന്നും 2 ഓവറിൽ നിന്നും ഓരോന്നിൽ നിന്നും ഓരോ ഓവം വരികയും ഓരോന്നിലേക്കും ഈ പുരുഷ ബീജം ചെന്ന് അതിനെ ഫെർട്ടിലൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ 2 കുട്ടികളുണ്ടാവും. അതേസമയം ഒരു ഓവം തന്നെ ഒന്നിലേക്ക് ഒരു ഭ്രൂണം ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് വളരുന്നതിന് മുമ്പ് തന്നെ വിഭജിക്കാം. തുടക്കത്തിലെ സ്റ്റേജിൽ ഒരു സെല്ല് 2 എണ്ണമായി മാറി നിൽക്കാം. ഒരൊറ്റ ഓവേ ഉണ്ടായിട്ടുള്ളൂ, ഒരൊറ്റ അണ്ട ഉണ്ടായിട്ടുള്ളൂ. അതേസമയം അതിനകത്ത് ഒരൊറ്റ പുരുഷ ബീജേ ചേർന്നിട്ടുള്ളൂ. ആ 2ഉം ചേർന്ന് ഒരു ഭ്രൂണം, ഒരു സിക്താണ്ഡം ഉണ്ടായെന്ന് വിചാരിക്കാം. അത് വല്ലാതെ അധികം കൂടുതൽ ഒരു കൃത്യസമയമൊക്കെ ഉണ്ട്. അതൊക്കെ വല്ലാതെ സമയമാവുന്നതിന് മുമ്പ് തന്നെ വിഭജിച്ച് 2 സ്ഥലത്ത് പോയി നിൽക്കുകയാണ് വിചാരിച്ചോ. വല്ലാതെ ഒട്ടി നിൽക്കാതെ കുറച്ച് വിട്ട് നിൽക്കുകയാണെങ്കിൽ 2ഉം ഒരേപോലെയുള്ള 2 കുട്ടികളുണ്ടാവും. നമ്മൾ ഇരട്ട കുട്ടികളെന്ന് പറയില്ലേ, ഒരു എന്താ പറയാ, ഒരേപോലെയുള്ള കുട്ടികൾ നമ്മൾ എന്താ പറയാ, രണ്ടട്ടികളെന്നോ എന്ന് പറയില്ല. ഏതായാലും സയാമീസ് ഇരട്ടകളല്ല, ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരേപോലെ ഇരിക്കുന്ന കുട്ടികൾ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയും. ഒരേപോലെ ഇരിക്കുന്ന ഇരട്ടകൾ അങ്ങനെ ഉണ്ടാവാം. ഇനി അതിൽ തന്നെ ഈ ഒരു വിഭജനം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാലാണ് ഈ സയാമീസ് ഇരട്ടകൾ ഉണ്ടാവുക. ഇങ്ങനെ വിഭജിച്ചു കഴിഞ്ഞാൽ 2 കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ഭ്രൂണം വിഭജിച്ച് തുടങ്ങി, പക്ഷെ അത് മുഴുവനായില്ല. അപ്പോൾ വിഭജിച്ച് തുടങ്ങിയത് തലയുടെ ഭാഗമാണ്. കാലിന്റെ ഭാഗം വിഭജിച്ചില്ലെങ്കിൽ ആ കുട്ടി ജനിക്കുമ്പോൾ ചിലപ്പോൾ 2 തലയുണ്ടാവും. വളരെ അപൂർവമായിട്ട് നടക്കുന്നതാണ്, എന്നാലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഏതായാലും മൈക്കിൾ ലീസി അസ്സലാമു അലൈക്കും പറഞ്ഞു. ഡോക്ടർ സാഹിബ്, പിന്നെ ഞാൻ മറ്റൊരു തിരക്കിലും കൂടിയാണ്, അതുകൊണ്ടാണ് വേഗം മൈക്ക് ചാടിയത്. എല്ലാ ആൾക്കാരും ക്ഷണിക്കണം. പിന്നെ ഇനി ഒരു സംശയം, നമ്മളിപ്പോ സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു 5, 6, 7 മാസങ്ങളിലൊക്കെ പിന്നെ ആ കുട്ടി ചലിക്കുമല്ലോ, ചലിക്കുന്നതും ചവിട്ടുന്നതൊക്കെ അവരറിയും ചെയ്യും. അപ്പൊ ചിലപ്പോ അത് മറ്റുള്ള ആളുകൾക്കും അവരുടെ ഗർഭപാത്രം സ്പർശിക്കുകയോ അല്ലെങ്കിൽ ചെവി വെച്ചു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനും കഴിയും. പിന്നെ ഈ കുട്ടിയുടെ ഒരു 7 മാസത്തിൽ അല്ലെങ്കിൽ 8ാമത്തെ മാസത്തിൽ ഒരു 8 മാസം ആയതിനു ശേഷം പിന്നെ കുട്ടിയുടെ അലക്കൊന്നും കാണുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ ഈ കുട്ടി ഇളകുന്നുണ്ട് എന്നുള്ളതായിട്ട് കുട്ടിയുടെ ഉമ്മാക്ക് മനസ്സിലാവുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണോ? അത് എന്തെങ്കിലും ഈ കുട്ടിക്ക് വല്ല അപായം ഉണ്ടാകുന്നതിന്റെ സൂചനയാണോ? അതോ പിന്നെ എന്താണ് അതിന്റെ വല്ല ശാരീരികമായ വല്ല പ്രശ്നത്തിന്റെയും അടിസ്ഥാനത്തിലാണോ അതുണ്ടാകുന്നത്? അതോ പിന്നെ അത് നമ്മൾ ആശങ്കപ്പെടേണ്ടാത്തൊരു വിഷയമാണോ? എങ്ങനെയാണ് അതിനെ പറ്റി മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് അറിയേണ്ട ഒരു കാര്യം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. ചില ആളുകൾക്ക് 4 മാസം മുതൽ, അതായത് 18 മുതൽ ആഴ്ച 18 ആഴ്ച 20 ആഴ്ച 4 മാസം മുതൽ ഒക്കെ ഈ ക്യുക്കനിങ് എന്ന് പറയുന്നത്, അതായത് കുട്ടി അകത്ത് ഇളകുന്നത് അറിഞ്ഞു തുടങ്ങാറുണ്ട്. അറിഞ്ഞു തുടങ്ങുന്നത് വളരെ പ്രധാനമാണ്. അത് മാസം അറിയാനും ഒക്കെ അത് പ്രധാനപ്പെട്ടാണ്. അതേസമയം അവസാന 3rd ട്രൈമസ്റ്റർ, അതായത് 9, 8, 9, 10 ഈ മാസങ്ങളിൽ വളരെ പ്രധാനമാണ്. അത് ഒരു വല്ലാതെ കുറയാൻ പാടില്ല എന്നുള്ളത് പ്രധാനമാണ്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണണം. പല കാരണങ്ങൾ കൊണ്ട് കുറയാം. ചിലപ്പം വല്ലാതെ ലിക്കർ കൂടി, അതായത് അതിനകത്തുള്ള ദ്രാവകത്തിന്റെ അളവ് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ കുട്ടി അളകുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൂടായില്ല.
അറിഞ്ഞുകൂടാ എന്ന് വരാം. ഏതായിരുന്നാലും ഇളകിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നിൽക്കുക, പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ട ഒരു വിഷയമാണത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കുട്ടിയിലേക്കുള്ള രക്ത ഓട്ടത്തിന്റെ കുറവ് കൊണ്ട് കുട്ടിക്ക് ചലനം കുറയുന്നതായിരിക്കാം. അപ്പോൾ ഒന്ന് ഡോക്ടർ കണ്ടിട്ട് കുഴപ്പമില്ല, അത് ഇനി അങ്ങനെ നോക്കണ്ട എന്നാണ് പറയണമെങ്കിൽ കുഴപ്പമില്ല. അതേസമയം പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ BP ഒക്കെ ഉള്ള ആളുകൾ, പ്രഷറിന്റെ അസുഖമൊക്കെ ഉള്ള ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇളക്കം ഉണ്ടായിരിക്കുന്ന ആൾ പെട്ടെന്ന് ഇളക്കം നിൽക്കുക എന്നുള്ളത് അവസാനത്തെ മാസങ്ങളിൽ ഡോക്ടറെ കാണേണ്ട വിഷയമാണ്, ഡോക്ടറോട് അഭിപ്രായം ചോദിക്കേണ്ട വിഷയമാണ്. ആ സമയത്ത് സ്കാൻ ചെയ്തിട്ട് അതിന് കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടി വരും. അത് കുറച്ച് ഇതുവരെ ഉണ്ടായിരുന്നല്ലോ, കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞത് അത് യോജിക്കണമല്ല. ചിലപ്പം അല്ലാതെ വൈകിക്കഴിഞ്ഞാൽ ഇൻട്രായൂട്രൈൻ ഡെത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻട്രായൂട്രൈൻ ഡെത്ത് അകത്ത് ഇതുണ്ടാവാൻ സാധ്യത. അതേസമയം ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ലാതെയും ഇളക്കം കുറയാം. അതുകൊണ്ട് അത് കുഴപ്പമുള്ളതല്ല, അതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അത് എല്ലാവർക്കും കൂടി പറയാണ്. പ്രത്യേകിച്ച് പ്രഷർ, ഷുഗറൊക്കെ ഈ ഗർഭാവസ്ഥയിൽ മറ്റു പ്രശ്നങ്ങളായിട്ടുണ്ടാകുന്ന ആളുകളിലേക്ക്. അങ്ങനെ എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടുപോയതാണ്. ഡോക്ടറെ കണ്ടുപോയി പിറ്റേന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇളക്കം കുറഞ്ഞതായിട്ട് അനുഭവപ്പെട്ടു. പക്ഷെ ഇന്നലെ ഡോക്ടറെ കണ്ടതല്ലേ, ഇനിയിപ്പോ പോയി കാണണോ എന്ന രീതിയിൽ വൈകിച്ചു. അതിന്റെ പേരിൽ ആ കുട്ടി മരിച്ചുപോയി. ഏതായാലും അള്ളാഹുത്തരം ഷെറുകളിൽ നിന്നുണ്ടാവും നമുക്ക് ആക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ സാഹിബ് ഇന്നത്തെ ക്ലാസ് വളരെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു. അൽഹംദുലില്ലാ. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഡോക്ടർ സാഹിബിന്. ഇന്നത്തെ നമ്മുടെ വിഷയം എനിക്ക് തോന്നുന്നത് വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മുടെ ചർച്ചയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. സൃഷ്ടാവിനെ അറിയുക, ശരീരത്തെ അറിയുക, സൃഷ്ടാവിനെ അറിയുക എന്നുള്ള വിഷയത്തിൽ ശരീരമായിട്ട് നമ്മുടെ ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇനിയും ചർച്ച ചെയ്യാനുണ്ടാവും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ ഒരു സംഗതി ഡോക്ടർ സാഹിബിനോട് ചോദിക്കാനുള്ളത്, പിന്നെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ശരീരത്തിലെ ഈ രക്തധമനികൾ അത് അയച്ചു വെച്ച് പിന്നെ നീളത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്ററിലധികം ദൂരം അതുണ്ടാവും എന്നൊരു സംഗതി കേട്ടിട്ടുണ്ട്. നമ്മൾ രക്തം ശരീരത്തിൽ പമ്പ് ചെയ്യപ്പെടുന്ന രക്തധമനികൾ, അത് എത്രമാത്രം ശരിയാണ് എന്നറിയില്ല. ഡോക്ടർ സാഹിബ് അതിനെ കുറിച്ച് ഒരു വിശദീകരണം തരും എന്ന് കരുതാണ്. അപ്പൊ അത്രയും പിന്നെ പ്രത്യേക ഒരു സംവിധാനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ശരീരത്തെ സംവിധാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സംഗതി. അതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ പിന്നെ ഹൃദയം ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ രക്തം നിർമ്മിക്കപ്പെടുന്നത്, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന ചെറിയൊരു മാംസ കഷ്ണം അത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്, തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഇനിയും ചർച്ച ചെയ്യാനുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും നമ്മുടെ ബിഷ്റാഖുൽ യൗമിന്റെ ഭാഗമായിട്ട് ഡോക്ടർ റഹ്മാൻ സാഹിബിന്റെ ആ ഭാഗങ്ങളിലേക്കുള്ള ഒരു സംസാരം കൂടി, ആ ഭാഗങ്ങളെ കൂടി കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരം കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഞാൻ ഇപ്പോ ചോദിച്ച കാര്യം ഒന്ന് ഡോക്ടർ സാഹിബ് ക്ലിയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഇങ്ങനെ പറയാറുണ്ട്. അത് ഇങ്ങനെ പൊതുവെ നമ്മുടെ ശരീരത്തിനകത്തുള്ള രക്തക്കോലുകളെല്ലാം ഡിസെക്ട് ചെയ്ത് നിരത്തി വെക്കുകയാണെങ്കിൽ അത് ഭൂമിയെ ചുറ്റി വരാനുള്ള ദൂരം ഉണ്ടാകും. ആരും അങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ല. പക്ഷെ
ഒരു എസ്റ്റിമേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രത്തോളം നീളത്തിൽ രക്തക്കോലുകൾ ഉണ്ടായാൽ അത്രയ്ക്കും രക്തക്കോലുകൾ ഉണ്ടായാൽ തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം അത്രയ്ക്കും മൈന്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വരെ വളരെ ചെറിയ 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 രക്തക്കോലുകളിലൂടെ എത്തുന്നുണ്ട്. അപ്പം അത് ഒരു ഊഹമാണ്, എന്നാലും അത് അങ്ങനെ പറയാറുമുണ്ട്. അതിനെ എതിർത്തിട്ട് ആരും അതങ്ങനെ അങ്ങനെ ചെയ്തു നോക്കി ആരും അങ്ങനെ ചെയ്തു നോക്കി അങ്ങനെ ആണെന്ന് പറയല്ല. അതേസമയം അത് അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്നും ആരും പറയാറില്ല. പിന്നെ മറ്റു വിഷയങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള നടക്കുന്ന ഓരോ നമ്മുടെ ഓരോരോ ദൈനംദിന കാര്യങ്ങളിൽ വരുന്ന ഓരോ ചിന്തിക്കാവുന്ന ഓരോ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ക്ലാസ് നമുക്ക് എടുക്കാം. നമ്മളൊരു എന്താ പറയാ, വൈദ്യശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എംബ്രിയോളജി മാത്രമേ നമ്മൾ തൊട്ടിട്ടുള്ളൂ. അതിൽ തന്നെ വൈദ്യശാസ്ത്രത്തിൽ തന്നെ മറ്റു പല വിഷയങ്ങളുണ്ട്. അതിന്റെ കൂടെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഉസ്താദിന്റെ PM ഞാൻ ശ്രദ്ധിച്ചു, അതിന്റെ തന്നെ ഓരോ മിറക്കിൾസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം പോലെ ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഹൈറിലാവാൻ വേണ്ടി ഉസ്താദ് പ്രാർത്ഥിക്കണം. എല്ലാവരും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൈക്കിലേസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഡോക്ടറെ, രണ്ട് സംശയമുണ്ട്. ഒന്ന് എന്റെ സംശയം, വേറൊന്ന് മൈക്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ഒരു സംശയമാണ്. ആദ്യത്തെ സംശയം ഇതാണ്. ഡോക്ടർ പറഞ്ഞു മാസത്തിൽ ഒരു സമയത്താണ് ഈ അണ്ടോൽപാദനം ഉണ്ടാവുക, സ്ത്രീകൾക്ക് അണ്ടോൽപാദനം ഉണ്ടാവുക എന്ന് പറഞ്ഞ കേട്ട പോലെ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമയത്താണ് ഉണ്ടാവുക എങ്കിൽ അതിന് ഈ മാസമുറയുമായി അടുത്ത സമയങ്ങളിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സമയങ്ങൾ ഉണ്ടോ, ഒരു സമയക്രമം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിട്ട് വീട്ടിൽ, അതായത് ഭാര്യയുടെ അടുത്ത് കഴിയാൻ സാധ്യതയില്ലാത്ത ആർക്കെങ്കിലും അത്തരം പ്രത്യേക സമയങ്ങൾ ഈ ഒരു ബന്ധപ്പെടലിന് തെരഞ്ഞെടുക്കാവുന്നതാണ്, കുട്ടികളില്ലാത്ത ആ ഒരു രീതിയിലാണ് എന്റെ സംശയം. രണ്ടാമത്തത് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ഒരു PM ആണ്. അതായത് തൈറോയിഡ് എന്ന അസുഖത്തെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. അതിന്റെ ലക്ഷണങ്ങളും ചികിത്സകളൊക്കെ എന്താണ് എന്നുള്ളത്. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൈറോയ്ഡ് എന്നുള്ള ഒരു രോഗമല്ല. തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ നമ്മുടെ കഴുത്തിലായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ്. ഒരു ഹോർമോൺ, തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. നമ്മുടെ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്ന പോലെ. ഇൻസുലിൻ ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇൻസുലിൻ എല്ലാവരും കേട്ടുകൊണ്ട് ഒരു ഉദാഹരണം പറയണം. അതിന്റെ കുറവ് കൊണ്ട് നമുക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേയം ഉണ്ടാവുന്നു എന്ന് പറയുന്ന പോലെ തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് കൊണ്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവാം. തൈറോയിഡിന്റെ അസുഖം എന്ന് പറഞ്ഞാൽ ഹൈപ്പോ ആവാം, കൂടുതലാവാം, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. അതുപോലെ തന്നെ തൈറോയിഡിന് ട്യൂമർസ്, അതിന് വളർച്ച വന്നിട്ട് ശരീരത്തിൽ മുഴ ഉണ്ടായി ശ്വാസം മുട്ടൽ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളയും. അങ്ങനെ പല അസുഖങ്ങളുണ്ട്. അങ്ങനെ ഇത് ചോദ്യം അങ്ങനെ വേഗമാണ്. പൊതുവെ സാധാരണഗതിയിൽ തൈറോയിഡിന്റെ അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ഹോർമോൺ കുറവ് ഉണ്ടാകുന്ന അസുഖമാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ തൈറോയ്ഡ് ഹോർമോൺ പുറത്തുനിന്ന് കൊടുക്കേണ്ടി വരും. അത് ഇൻസുലിൻ, ഷുഗറുള്ള ആളുകൾക്ക് ഇൻസുലിൻ കൊടുക്കുന്ന പോലെ തന്നെ അത് ഗുളികയായിട്ടാണ് ഇതിൽ കഴിക്കാൻ പറ്റുന്നത്. അത് നോർമൽ അല്ലാത്തടത്തോളം കാലം ഗുളിക കഴിക്കേണ്ടി വരും. അത് നോർമലായി കഴിഞ്ഞാൽ തിരിച്ച് ഗുളിക ഒഴിവാക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഹോർമോൺ നമ്മളത് കഴിക്കാൻ ഗുളികയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് 50 പൈസ ഒരു വരും ഒരു ദിവസത്തെ ഗുളികയ്ക്ക്. അത് നമുക്ക് എത്രത്തോളം കുറവുണ്ടെന്നനുസരിച്ച് അത് നമ്മൾ കഴിക്കുക. കഴിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. വെയിറ്റ് കൂടുക, മുടി കൊഴിയുക, സ്ത്രീകളിലാണെങ്കിൽ ഈ മാസമുറയുടെ പ്രശ്നങ്ങൾ, ഗർഭധാരണത്തിന് പ്രശ്നങ്ങൾ, പല വിഷയങ്ങളും അതിനുമായി ബന്ധപ്പെട്ടുണ്ടാവും. പിന്നെ മറ്റൊരു ചോദ്യം ഫെർട്ടൈൽ പീരീഡ് എന്നുള്ളൊരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഗർഭധാരണവും നമ്മുടെ ഓവുലേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ശരിക്കും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത്
അണ്ടോൽപാദനം നടന്നു കഴിഞ്ഞ് അത് കുറച്ച് സമയത്തേക്ക് അണ്ടവാഹിനി കോയലിനകത്തുണ്ടാവും. അത് കുറച്ച് സമയത്ത് തന്നെ കുറച്ച് ദിവസത്തേക്ക്. ആ സമയത്ത് പുരുഷ ബീജം എത്തുകയും അത് ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഭ്രൂണത്തിനകത്ത് അല്ല ഗർഭപാത്രത്തിനകത്ത് വളരും. അപ്പോൾ അത് വളരാനുള്ള സാധ്യത വന്നിട്ടില്ലെങ്കിൽ ഈ ഗർഭപാത്രം ഉള്ളിനകത്തുള്ള ഈ ഭ്രൂണത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള രക്തവും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കളയും. അതാണ് സംഭവം. ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയം അത് ഒരു ദിവസങ്ങൾക്ക് അകലെയാണ്, മുമ്പാണ്. അതായത് ഈ ഹൈലുണ്ടാവുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ്. ഹൈലുണ്ടാവുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലേക്കാണ് അത് വേണ്ടത്. കൃത്യമായ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ എത്ര ദിവസത്തേക്കുള്ള സൈക്കിളാണ് എന്ന് നോക്കി ആണ് അത് തീരുമാനിക്കുന്നത്. എത്ര ദിവസത്തേക്കുള്ള സൈക്കിളാണ്. അതായത് ചില ആളുകൾക്ക് 28 ദിവസമായിരിക്കും, ചില സ്ത്രീകൾക്ക് ചില സ്ത്രീകൾക്ക് 28 ദിവസമായിരിക്കും, ചില സ്ത്രീകൾക്ക് 30 ദിവസമായിരിക്കും, 35 ദിവസമായിരിക്കും. അങ്ങനെയൊക്കെ 28 ദിവസമുള്ള ആൾക്കാണെങ്കിൽ എങ്ങനെയെന്നുള്ള രീതി അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. അതെല്ലാം മൈക്ക് റിലീസ് ചെയ്യുന്ന മനസ്സിലാണ്. അതിന് മുമ്പായിട്ടാണ് കൃത്യമായ എത്ര ദിവസത്തേക്കുള്ള സൈക്കിളാണെന്നനുസരിച്ച് അതിന്റെ ഉത്തരം മാറിക്കൊണ്ടിരിക്കും. മൈക്ക് റിലീസ് ചെയ്യുന്ന മനസ്സിലാണ്. ഹലോ, അസ്സലാമു അലൈക്കും. സുഹേൽ കാരന്തൂർ സാഹിബ് മൈക്ക് എടുക്കുന്നില്ല, കണ്ടില്ല. പിന്നെ എന്റെ ഒരു ചെറിയൊരു സംശയം, മറ്റേ ഈ അപൂർവം ചില സ്ത്രീകളില് ഒരു ഗർഭധാരണം നടന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് 12 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ഗർഭധാരണം നടക്കുന്നത്. അതായത് പ്രസവിച്ചാലും ഇല്ലെങ്കിലും ചിലപ്പോൾ ആപോഷനായി പോയിട്ടായിരിക്കാം. പിന്നെ എങ്ങനെയായാലും ഒരു ഗർഭധാരണം നടന്നത് പിന്നെ 12 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ഗർഭധാരണം നടക്കുന്നത്. അത് എന്തുകൊണ്ടിട്ടാണ്? വല്ല ഹോർമോൺ വ്യതിയാനമാണോ അല്ലെങ്കിൽ എന്തായിരിക്കും അതിനൊരു കാരണമെന്നൊന്നും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 12 വർഷം എന്നുള്ളൊരു കണക്കൊന്നുമില്ല. ചില ആളുകൾക്ക് അങ്ങനെ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഉണ്ടാവാം. വെയിറ്റ് കൂടുതൽ, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഏതായാലും 12 വർഷം എന്നുള്ളൊരു കണക്കോ അല്ലെങ്കിൽ 1 വർഷം അങ്ങനെയുള്ളൊരു കണക്കൊന്നുമില്ല. പല കാരണങ്ങളും പല കാരണങ്ങളുണ്ട്, ധാരാളം കാരണങ്ങളുണ്ട്. അത് ഒരിക്കൽ ഗർഭിണിയായ ആൾക്ക് പിന്നീട് ഗർഭിണി അല്ലാതാവുന്നതിന് ചില കാരണങ്ങളുണ്ടാവാം. അതായിരിക്കില്ല അതിനേക്കാളും തീരെ ഗർഭിണിയാവാത്ത ആളില് അതിനേക്കാളും എളുപ്പമാണ് ഒരിക്കൽ ഗർഭിണിയായ ആൾക്ക് പിന്നീട് ഗർഭം ഉണ്ടാവുന്നതിന് ചികിത്സിക്കുന്നത്. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമലൈക്കും. ഗർഭസ്ത്രീകളില് ഗർഭപാത്രത്തിലുള്ള വെള്ളവും കുട്ടിയുടെ ആരോഗ്യവും ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ടച്ച് ഉണ്ടോ, അതിനെ കുറിച്ച് അറിഞ്ഞ കൊള്ളാനുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഈ പ്രഗ്നന്റ് സിസേറിയൻ ആയിട്ട് പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഗർഭം എടുക്കാൻ കഴിയുക? അത് പിന്നെ അതുമായിട്ട് ഒരു വിശദീകരണം കൊള്ളായിരുന്നു. വെള്ളം കുറയുന്നത് ലൈക്ക് ഒളിഗോഹൈഡ്രോമിയസ് എന്ന് പറയും. വെള്ളം കുറയുന്നത് സാറിന് ഇതിൽ കുട്ടിയുടെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, അമ്മയുടെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതിൽ കുട്ടിയുടെ കാരണങ്ങളാണ് കൂടുതൽ. കുട്ടിയുടെ സ്ട്രക്ചറൽ ഡിഫക്റ്റ്, അങ്ങനെ സാറിന് ഗതിയിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന, തീരെ കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഗർഭവും പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രസവം കുറെ കൂടെ സങ്കീർണമായ പ്രസവമാവാം ഈ ലൈക്കർ കുറയുന്ന സമയത്ത്, അതായത് വെള്ളം കുറയുന്ന സമയത്ത്.
അപ്പൊ പ്രസവത്തിൽ ചിലപ്പോൾ കുറച്ച് നേരം വൈകി കഴിഞ്ഞാൽ അത് കാരണം കുട്ടിക്ക് തലച്ചോറിന് ക്ഷതം സംഭവിച്ചിട്ട്, അതായത് കുറെ വൈകി കഴിഞ്ഞാൽ കുട്ടിക്ക് ഓക്സിജൻ കിട്ടാതെ അത് കാരണം തലച്ചോറിന് ക്ഷതം സംഭവിച്ചിട്ട് കുട്ടിക്ക് ബുദ്ധികുറവ് ഭാവിയിലേക്ക് ഉണ്ടാകും. അതല്ല, ബുദ്ധികുറവ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡിഫക്റ്റ് കുട്ടിക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ലൈക്കർ കുറയുകയും ചെയ്യാം. രണ്ട് രീതിയിലാവാം. പിന്നെ ഒരിതൊന്നും ഇല്ലാതെ തന്നെ നോർമലായിട്ടും ലൈക്കർ കുറയാം. അതായത് ഒരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ലൈക്കർ കുറവായിരുന്നു, നോർമലും കുറവായിരുന്നു, പക്ഷെ അവർക്കൊരു കുഴപ്പമില്ലാതെ തന്നെ കുട്ടിയെ പ്രസവിച്ചു. ഒരു കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കുട്ടി ജനിച്ച ഉടനെ തന്നെ കരഞ്ഞു. കുട്ടി ചിലപ്പോൾ നോർമൽ കുട്ടിയേക്കാളും സാധാരണഗതിയിൽ ഒരു 2.5 കിലോ ആണ് പൊതുവെ ഏറ്റവും കുറവ് വെയിറ്റ്, അല്ലെങ്കിൽ ഒരു ആവറേജ് വെയിറ്റ് പറയാറ്. ചിലപ്പോൾ 2.5 കിലോ എന്ന് പറയാൻ 2 കാലോ അല്ലെങ്കിൽ 2.5 കുറച്ച് താഴെയൊക്കെ ആവാം. പക്ഷെ ഏതായാലും ഇങ്ങനെ അസോസിയേഷൻ ഉണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട്, വെള്ളം കുറവുള്ളതുകൊണ്ട് എന്തായാലും അവർക്ക് ബുദ്ധിമാന്ദ്യം ഉണ്ടാവും. അങ്ങനെയില്ല, അങ്ങനെ ചെറിയൊരു അസോസിയേഷൻ ഉണ്ട്. പൂർണ്ണമായിട്ടും അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഞാൻ മറന്നു വിളിച്ചു. ഒന്നുകൂടെ ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയാം. പക്ഷെ അതായത് മൈക്കിൾ ഈസി മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത ക്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ക്ലാസ് നമുക്ക് നിർത്തേണ്ടതാണ്. പിന്നെ മസ്നവി ഉസ്താദ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ഇതിലൂടെ. ഇൻഷാല്ലാ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ട് മറുപടി പറയാം എന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് PM ചോദിച്ചിട്ടുള്ളതാണ്. മൈക്കിൾ ഈസി അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ടോ? റെസ്റ്റ് അടിക്കാമോ? ഓക്കെ. എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ള, ഇപ്പൊ നേരത്തെ ചോദിച്ചതിലെ സിസേറിയനെ സംബന്ധിച്ചായിരുന്നു. എനിക്കും അത് തന്നെയായിരുന്നു എന്റെ സംശയം. എത്ര സിസേറിയൻ വരെ ആവാം എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ വൈഫിന് 2 സിസേറിയൻ കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു നീണ്ട കാലയളവ് വേണ്ടി വരുമോ, അതോ 2 തന്നെ ബുദ്ധിമുട്ടാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു എനിക്കറിയേണ്ടത്. എന്തായാലും ഇത്രയും വൈകിട്ടും ഡോക്ടർ ഞങ്ങളോട് ഇങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ക്ലാസ് എടുത്തതിനെല്ലാം അള്ളാഹു ഡോക്ടർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വായിക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എത്ര സിസേറിയൻ വരെ ആവാം? സിസേറിയന്റെ എണ്ണം കൂട്ടാന്നില്ല. സിസേറിയൻ ആവശ്യമായി വന്നാൽ സിസേറിയൻ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സിസേറിയൻ 2 സിസേറിയൻ ചെയ്തു, ഇനി സിസേറിയൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. അതേസമയം സിസേറിയൻ ചെയ്ത ആൾക്ക് രണ്ടാമത് സാധാരണ ഒരു പ്രസവം ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ പല കാര്യങ്ങളും നോക്കേണ്ടതായിട്ട് വരും. കാരണം ഒരിക്കൽ കീറി മുറിച്ച് അവിടെ തുന്നിക്കെട്ടിയിട്ടുള്ളതാണ് ആ ഗർഭപാത്രം. അങ്ങനെയുള്ള ഗർഭപാത്രം സാധാ തീരെ സിസേറിയൻ ചെയ്യാത്തൊരു ഗർഭപാത്രത്തിനേക്കാളും കൂടുതൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഗർഭം നമ്മൾ സാധാരണഗതിയിലുള്ള പ്രസവം ശ്രമിക്കുകയാണെങ്കിൽ തീരെ സിസേറിയൻ ചെയ്യാത്ത ഒരു ഗർഭപാത്രത്തിനേക്കാളും കൂടുതൽ ഗർഭപാത്രം പൊട്ടിപ്പോകാനുള്ള സാധ്യത ഒരിക്കൽ മുമ്പ് സിസേറിയൻ നടത്തിയ ഇതിലുണ്ട്. അതുകൊണ്ട് രണ്ടാമത് ഒരിക്കൽ ഇത് ചെയ്ത ഒരിക്കൽ സിസേറിയൻ ചെയ്ത ആൾക്ക് രണ്ടാമത് സാധാ പ്രസവം നടക്കില്ല എന്നല്ല, കുറച്ചുകൂടെ സൂക്ഷിച്ചു വേണം രണ്ടാമത് നടത്താൻ. അതേസമയം ഒന്നിൽ കൂടുതൽ സിസേറിയൻ നമുക്ക് ആവശ്യമായി വന്നാൽ എത്ര നമ്പർ കൃത്യമായിട്ട് ഇത്ര ചെയ്യാൻ പാടുള്ളൂ, 10 കഴിഞ്ഞാൽ നിർത്തണം, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ശരീരം എത്രത്തോളം താങ്ങും അത്രയൊക്കെ പോകും. അതിൽ നമ്പർ കൂടിയതനുസരിച്ച് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ള സ്ഥലത്ത് തന്നെ വീണ്ടും നമ്മൾ ചെയ്യുന്നു മാത്രം. 3 കഴിഞ്ഞാൽ നിർത്തണം എന്ന് പറയാറുണ്ട്. 3 കഴിഞ്ഞാൽ അത്രയും സ്കാർ വരും. 3ാമത് കഴിഞ്ഞ് 4ാമത്തെ 3 കുട്ടി മരിച്ചുപോയി, 2 കുട്ടി ജനിച്ച കുട്ടി മരിച്ചുപോയി, എനിക്കൊരു കുട്ടി കൂടെ വേണമെന്ന് പറഞ്ഞാലും അവിടെ ആ ഒരു ഗർഭപാത്രത്തിനകത്ത് സ്കാർ ഉണ്ട്. അപ്പം കോംപ്ലിക്കേഷൻ കൂടുതലാണ്. അതായത് ആ കുട്ടിയുടെ പ്ലാസന്റ, അതായത് മറുപിള്ള ആ ഗർഭപാത്രത്തിൽ ഒട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം
ഗർഭപാത്രത്തിനകത്ത് വെച്ച് തന്നെ കുഞ്ഞു ഗർഭത്തിനകത്തിരിക്കുന്ന സമയത്ത് തന്നെ ഗർഭപാത്രം പൊട്ടാൻ സാധ്യതയുണ്ട്. പ്രസവിക്കുന്ന സമയത്ത് ഗർഭപാത്രം പൊട്ടാൻ സാധ്യതയുണ്ട്. ബ്ലീഡിങ് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചിട്ട് ഇത്രണ്ണം കഴിഞ്ഞാൽ തീരെ പാടില്ല എന്നുള്ളത് അബ്സല്യൂട്ട് കോൺട്രാൻഡിക്കേഷൻ ഒന്നുമില്ല. ആവശ്യം വന്നാൽ ആ റിസ്ക് എടുത്ത് നമ്മൾ ഗർഭം എടുക്കും. അതേസമയം അങ്ങനെ നിശ്ചിത നിയമം അങ്ങനെയൊന്നുമില്ല. ഒരു സിസേറിയൻ കഴിഞ്ഞാൽ എത്ര കാലാവധിയിൽ കാത്തിരിക്കാം? ചുരുങ്ങിയതൊരു 3 വർഷം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ വന്നുപോയ ഒരു കുട്ടിക്ക്, അതായത് നമ്മൾ എല്ലാ ഗർഭത്തിലും 3 വർഷം ഗ്യാപ്പിടണം എന്നാണ് പൊതുവെ പറയാറ്. അത് ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് 2 വർഷം മുലയൂട്ടണം. ആ 2 വർഷം മുലയൂട്ടണമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 വർഷം ഗർഭിണിയായിരിക്കുക. പിന്നെ അപ്പം 3 വർഷം ആവില്ലേ അടുത്ത കുട്ടിക്ക്. മുലയൂട്ടുന്ന സമയത്ത് കുട്ടി അവർ ഗർഭിണിയാവാനുള്ള സാധ്യത കുറവാണ്. കാരണം മുലയൂട്ടുക എന്നുള്ളത് തന്നെ ഒരു ഗർഭനിരോധന മാർഗമാണ്. അപ്പോൾ 2 വർഷം മുലയൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ ഗർഭിണിയാവാൻ സാധ്യതയില്ല. അതൊരു പൊതുവായിട്ടുള്ള ഒരു സ്പേസിംഗ് ആണ്. അത് കുട്ടിക്ക് മുമ്പത്തെ കുട്ടിക്ക് പാൽ കൊടുക്കാനും ഒക്കെ സൗകര്യം എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇത് സിസേറിയൻ കഴിഞ്ഞാൽ 1 വർഷത്തിൽ കൂടുതൽ എന്തായാലും വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ നല്ലതാണ്. നല്ല ഒരു സ്കാറുണ്ട്, അതായത് ഒരു ഗർഭപാത്രത്തിൽ നമ്മൾ ഓട്ടയാക്കി പിന്നിക്കെട്ടി ഒരു മറുക് എന്താ പറയാ, നമ്മള് മുറിവിന്റെ അടയാളം, സ്കാർ, കല എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കൽ ഉണ്ടായത് അതിലൂടെ പൊട്ടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് മാറി ശരിക്കും കുറെ കൂടെ നല്ല ഓർഗനൈസ് ചെയ്തിട്ട് പിന്നെ ഗർഭിണിയാവുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. മൈക്കിൾ ചെയ്യുന്ന ശ്രമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹ, നിങ്ങൾക്ക് സൗണ്ട് ഇല്ല. സുഹൈൽ കാരന്തൂർ ഉണ്ടോ? സുഹൈൽ കാരന്തൂർ ഉണ്ടോ അവിടെ? കാരണം ആളുകള് ഇല്ല. ഹനീഫ കരിങ്കലത്താണ്. കാരണം നാട്ടിലെ സമയം നമ്മൾ നോക്കണം. നമ്മൾ ഡോക്ടർമാരുടെ ഒക്കെ അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സേവനം നടത്തുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇപ്പൊ നാട്ടിലെ 1:30 മണിയോളമായിട്ടുണ്ട്. ഓക്കെ, ഹനീഫ് സാഹിബ് എടുക്കുക. ഈ കൈ പൊക്കിയ കഴിയുന്നവരെ ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ദിവസം അനൗൺസ് ചെയ്താൽ അതിലും ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അമീർ സാഹിബ് പറഞ്ഞ് ഒരു തീരുമാനമാക്കിയിട്ട് എന്തായാലും നിങ്ങൾ നിർത്തല്ലേ. പിന്നെ PM നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ മൈക്കിൽ വന്ന് ചോദിക്കാം. യൂനിസ് ഇസാക്കി ഈ ക്ലാസ്സിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. PM നേരിട്ട് ചോദിക്കാൻ പറ്റില്ല, കാരണം ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ. പിന്നെ ഒന്നുകിൽ അഡ്മിൻസിന് തീരെ മൈക്കില്ലെങ്കിൽ അഡ്മിൻസിന് PM കൊടുത്തിട്ട് അവർ ചോദിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ മൈക്കിൽ വന്ന് ചോദിക്കും. മൈക്കിൽ ചെയ്യുന്ന അസ്സലാമു അലൈക്കും. 1-2 ചോദ്യങ്ങൾ കൂടെ ചോദിച്ചിട്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. അമീർ സാഹിബ് പറഞ്ഞ് നിർത്താം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ലെസ് അടിക്കൂ. ഹലോ, യെസ് ഡോക്ടർ. ചില ആളുകൾക്ക് ഒരുപാട് ചെറുപ്പത്തിലൊന്നും അപസ്മാരം ഇല്ലാത്ത ആളുകൾക്ക് ഒരുപക്ഷെ 30, 35, 40 വയസ്സാകുമ്പോഴൊക്കെ ആദ്യമായി അപസ്മാരം ഉണ്ടാകാറുണ്ട്. എന്താണ് ഈ അപസ്മാരം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം? എന്താണ്? ചെറുപ്പത്തിലൊന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അതിനുള്ള ഒരു കാരണം എന്താണ്?
കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. ഇൻഫെക്ഷൻ, എന്തെങ്കിലും അണുബാധ, എന്തെങ്കിലും പാരസൈറ്റ് തലയിൽ നിൽക്കുന്നത്, തലച്ചോറിനകത്തുള്ള രക്തയോട്ടത്തിന്റെ കുറവ്, നമ്മുടെ ശരീരത്തിലുള്ള മിനറൽസ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ജലവ്യത്യാസങ്ങൾ, ഓക്സിജന്റെ അളവ് കുറവ്, പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുവരെ ഒരു അസുഖം ഇല്ലാത്ത ആൾക്ക് അപസ്മാരം ഉണ്ടാവില്ല എന്നല്ല, എന്തെങ്കിലും ചെറിയ പല കാരണങ്ങൾ വന്ന് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന്റെ കുറവ്, തലച്ചോറിലൊരു ബ്ലീഡിങ് ഉണ്ടായി, തലച്ചോറിൽ രക്തം കട്ടുപിടിച്ചു, അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തക്കോയലുകൾ ഇൻഫ്ലമേഷൻ വന്നു, ചില വാസ്കുലൈറ്റിസ് എന്നൊക്കെ പറയും, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. എന്തായാലും അങ്ങനെ ധാരാളം കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവും. അതിന് അങ്ങനെ സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് നേരത്തെ ഒരു ഉപചോദ്യമാണ് ഡോക്ടർ. ഈ സിസേറിയൻ കഴിഞ്ഞ ആളുകളിൽ ഈ ലൈംഗിക താല്പര്യം കുറയാൻ സാധ്യത കൂടുന്നുണ്ടോ? അതാണ് എന്റെ മറ്റൊരു സംശയം. മൈക്ക് കൊടുക്കുന്നു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ഒരു അസോസിയേഷൻ ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. പേടി ഒരു ഘടകമായിരിക്കാം. ഏതായിരുന്നാലും അങ്ങനെ ഒരു പഠനമില്ല, അങ്ങനെ ഒരു അസോസിയേഷൻ ചെയ്തിട്ടില്ല. സിസേറിയൻ ചെയ്ത ആൾക്ക് ഈവൻ ഡോക്ടേഴ്സ്, ഞാൻ ഒരു രസകരമായ ഒരു പഠനം വേണമെങ്കിൽ പറയാം. അതായത് സ്ത്രീ ഗൈനക്കോളജിസ്റ്റുകൾ അവരോട് ചോദിച്ചു നിങ്ങൾ സാധാരണ പ്രസവമാണോ ഒരു സിസേറിയനാണോ താല്പര്യപ്പെടുക, നിങ്ങൾക്ക് ഒരവസരം വന്നാൽ അവരുടെ ഒരു കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് സാധാ പ്രസവമാണോ സിസേറിയനാണോ നിങ്ങൾ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയിൽ കൂടുതൽ ആളുകളും സെലക്ട് ചെയ്ത് സിസേറിയനായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങൾ, അങ്ങനെ വേദനയില്ലായിരിക്കും, പിന്നെ മുറിവ് അങ്ങനെ പല കാര്യങ്ങളുമില്ലോ. ഒന്നോ രണ്ടോ കുട്ടികളായിട്ട് നിർത്തുമോ, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാനായി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. വേദന കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ സാധാ ഗർഭമാണെങ്കിൽ പല നമുക്കറിയില്ല വരുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാകുമ്പോൾ ഓപ്പറേഷൻ ആണെങ്കിൽ എടുത്തു കഴിഞ്ഞു, തുന്നി കെട്ടി കഴിഞ്ഞു. അതേസമയം ചില അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് ചിലപ്പോൾ സാധാ ഗർഭത്തിലുണ്ടാകും. അങ്ങനെ പല കാരണം കൊണ്ടായിരിക്കാം. ഏതായാലും ഞാനതൊരു രസകരമായ ഒരു കാര്യം അതിൻ്റെ കൂടെ പങ്കുവെച്ചു എന്ന് മാത്രം. രസകരമല്ല, ചിന്തിക്കേണ്ട ഒരു കാര്യം അവിടെ പങ്കുവെച്ചു എന്ന് മാത്രം. പക്ഷെ അത് താല്പര്യക്കുറവോ അല്ലെങ്കിൽ നമ്മുടെ ജിമാവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എനിക്ക് ചോദിക്കാനുള്ളത്, പ്രസവത്തിനോടനുബന്ധിച്ച് പല സ്ത്രീകളിലും വ്യാപകമായി കാണുന്നില്ലെങ്കിലും കുറെയൊക്കെ ഉണ്ട്, ചില പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ഭ്രാന്തിന്റെ അസുഖം പോലെ ഒരു മാനസികമായ വിഭ്രാന്തിയും അതുപോലുള്ള പ്രശ്നങ്ങളും ചില പെണ്ണുങ്ങൾക്ക് അത് വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ സംഘർഷഭരിതമായിക്കൊണ്ടും അക്രമാസക്തമായിക്കൊണ്ടും കാണും. ചിലതിൽക്കൊരു മുഖാവസ്ഥ, പലതരത്തിലുള്ള ഒരു മാനസിക പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇതെന്താണ് ഇതിന്റെ പ്രശ്നം? ഇത് എവിടുന്ന എന്താ അതിന്റെ കാരണങ്ങളൊന്നും വിവരിച്ചാൽ തിരക്കിടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. വളരെ അത് 1% മുതൽ 25% വരെ ആളുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ 4 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ചിലപ്പം ഗർഭമൊക്കെ കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് 4 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. സാധാരണഗതിയിൽ അത് ചില സാധാരണ പ്രസവത്തേക്കാൾ കൂടുതലായിട്ട് ഈ അബോർഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവാറ്. അത് ചിലപ്പോൾ ഒരാഴ്ച, കുറെ മാസങ്ങൾ മുതൽ 1 വർഷം വരെയൊക്കെ
നീണ്ടു നിൽക്കാം. അതിനെക്കുറിച്ച് കാരണങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല. നമുക്ക് ആ ഒരു പ്രസവത്തിൻ്റെതായിട്ടുള്ള ടെൻഷനും അതുപോലെ തന്നെ ആ ഒരു അതുവരെ ഇല്ലാത്തൊരു ശാരീരികവും മാനസികവും എല്ലാമായിട്ടുള്ളൊരു മാറ്റമാണല്ലോ. അതിൻ്റെയൊക്കെയുള്ള ഒരു ഇതാണെന്നാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ അതിനുള്ള ചികിത്സകൾ ചിലപ്പോൾ വളരെ തീവ്രമായ രീതിയിൽ വരികയൊക്കെ ആണെങ്കിൽ ചികിത്സിച്ച് രീതിയിൽ ഏതായാലും ഒരു വർഷത്തിനുള്ളിലൊക്കെ അത് നോർമലായി വരാറുണ്ട്. അതല്ലെങ്കിൽ മൈക്രോലീസിൻ അത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 4-1 എന്നുള്ള രീതിയിൽ വരെയൊക്കെ ആളുകളിൽ അങ്ങനെ ഉണ്ടാവാം. പറഞ്ഞു. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത് 3 പ്രസവം കഴിഞ്ഞിട്ട് പ്രസവം ഡോക്ടർ ചില കാരണങ്ങളാൽ നിർത്താൻ പറയുകയും അങ്ങനെ പ്രസവം നിർത്തിയതിന് ശേഷം 3ാമത്തേത് മാത്രം ഓപ്പറേഷൻ ആവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഈ പ്രസവത്തിന്റെ ശേഷം 8 വർഷം ശേഷം പിന്നീട് പ്രസവിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ പ്രസവം നിർത്തണം, ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പ്രസവിക്കാൻ അവസരം ഉണ്ടോ എന്നുള്ളതാണ്. സാധ്യത ഇല്ലാതില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സാധാരണ രീതിയിലുള്ള പ്രസവം നടക്കണമെങ്കിൽ സാധാരണ ഒരു ഗർഭ നിരോധനം അല്ലെങ്കിൽ ഗർഭം ഇനി വേണ്ട എന്നുള്ള രീതിയിൽ സ്റ്റെറിലൈസേഷൻ എന്നുള്ള രീതിയിൽ ഓപ്പറേഷൻ നടത്താറ്. ഞാൻ പറഞ്ഞ പോലെ ഗർഭപാത്രത്തിന് 2 വശങ്ങളിലായിട്ട് അണ്ഡാശയമുണ്ട്. അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം വഹിച്ച് ഗർഭപാത്രത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ 2 കോയിലുകളുണ്ട്. ഈ 2 കോയിലുകൾ മുറിച്ചു കളയാണ് സാധാരണഗതിയിൽ ഈ സ്റ്റെറിലൈസേഷൻ പ്രക്രിയയിൽ ചെയ്യാറ്. മുറിച്ചു കളയാണ് സ്റ്റെറിലൈസേഷൻ പ്രക്രിയയിൽ ചെയ്യാറ്. അതാണ് പൂർണ്ണമായിട്ടുള്ള ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്, ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഗർഭം നിർത്തൽ. അങ്ങനെയുള്ള അവസരത്തിൽ റീകാനലൈസേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതായത് 2 ഭാഗത്തും മുറിച്ചിട്ടിരിക്കുകയല്ലേ, ആ 2 ഭാഗവും ഓപ്പറേഷൻ ചെയ്ത് തുന്നിച്ചേർക്കാനുള്ള ഒരു പരിപാടി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ഒരു പ്രശ്നമില്ലാത്തൊരു സ്ത്രീ ഗർഭം ധരിക്കുന്ന പോലെ തന്നെ അവർക്ക് ഗർഭം ധരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഫെയിലിയർ ആവാനുള്ള, അതായത് ഒരു വർഷം കൊണ്ട് ഒരു സാധാരണ ഒരു സ്ത്രീ ഗർഭം ധരിക്കുമെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ കൂടുതൽ സമയമെടുക്കും. അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാകാം. പ്രശ്നങ്ങൾ ഉണ്ടാകാന്ന് പറഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയും, എക്ടോപിക് പ്രഗ്നൻസി. അതായത് ഗർഭപാത്രത്തിനകത്ത് കുഞ്ഞ് വളരുന്നതിന് പകരം ഈ അണ്ഡവാഹിനി കോഴലിനകത്ത് വളർന്നു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് പൊട്ടാനും വലിയ ബ്ലീഡിംഗ് ഉണ്ടായി പിന്നെ പ്രശ്നങ്ങളൊക്കെ ആവാനൊക്കെ സാധ്യതയുണ്ട്. ഏതായാലും സാധ്യതയുണ്ട്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ കോപ്പർട്ടി ആണെങ്കിൽ കോപ്പർട്ടി എടുത്തു കളഞ്ഞാൽ പിന്നെ വീണ്ടും ഗർഭം ധരിക്കാം. അത് താൽക്കാലിക ഗർഭനിരോധന മാർഗത്തിൽ പെടുന്നതാണ്. പക്ഷെ താൽക്കാലികം എന്ന് പറയുന്ന താൽക്കാലികം ചിലപ്പോൾ ഒരു 5 വർഷമാണ് മിനിമം കോപ്പർട്ടി. അത് 15 വർഷം വരെയൊക്കെ ആയുസുള്ളതുണ്ട്. കോപ്പർട്ടിതായിട്ടുള്ള ദോഷങ്ങളുമുണ്ട്. ഏതായാലും ഓപ്പറേഷൻ ചെയ്ത് സിസേറിയൻ ചെയ്ത കൂട്ടത്തിൽ സ്റ്റെറിലൈസേഷൻ ചെയ്തു എന്നാണ് മുമ്പത്തെ ചോദ്യത്തിൽ മനസ്സിലായത്. അങ്ങനെ ആൾക്ക് ഇനിയും ഗർഭം വേണമെന്നുണ്ടെങ്കിൽ റീകനലൈസേഷൻ പ്രൊസീജിയർ ചെയ്തു നോക്കാവുന്നതാണ്. അത് ചെയ്യുകയാണെങ്കിൽ സക്സസ് റേറ്റുള്ള, അതായത് അങ്ങനെ കുറെ ഓപ്പറേഷൻ ചെയ്യുന്ന ആളുടെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യണം. അല്ലാതെ അത് അപൂർവമായിട്ടുള്ള ഓപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഓപ്പറേഷനിൽ പരിചയം കുറവായിരിക്കും മിക്ക ഡോക്ടർമാർക്ക്. അപ്പൊ അതിൽ നല്ല പരിചയമുള്ള അത്തരം ഓപ്പറേഷനുകൾ മാത്രം ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ പോയി കണ്ട് അത് ചെയ്ത് നോക്കുന്നത് ഒരു വഴിയായിരിക്കാം. ഏതായാലും മൈക്രോലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും പറഞ്ഞത്. കേൾക്കുന്നില്ലേ? എന്തായാലും അൽഹംദുലില്ലാ നമ്മുടെ ഡോക്ടറുടെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ഒരുപാട് ആളുകളുടെ ചോദ്യങ്ങളൊക്കെ വന്നു. ഇനി ഏതായാലും നാട്ടിൽ നിന്നാണ് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ ഒരുപാട് സമയമായിട്ടുണ്ട്.
ഇൻഷാ അല്ലാഹ് മറ്റു ക്ലാസ്സുകളിൽ മറ്റുള്ളവർക്കൊക്കെ ചോദിക്കാനുള്ള അവസരം ആണെന്ന് നേരത്തെ അമീർ സാഹിബ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ചോദ്യം എന്റെ ഒരു റേഡിയോ ശ്രോതാവാണ്. ഈ ഗർഭപാത്രം മുറിച്ചെടുക്കുന്ന ഒരു രോഗങ്ങൾ ഇപ്പോൾ പൊതുവെ ഒരുപാട് കാണുന്നുണ്ട്. അത് ആദ്യകാലത്തൊന്നും ഇല്ലായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ആളുകളിൽ അത് കൂടുതൽ കാണുന്നത് എന്നതാണ്. ഭക്ഷണത്തിൻ്റെതോ മറ്റു മരുന്നിൻ്റെയോ എന്തുകൊണ്ടാണ് അത്, കാരണം എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഏതായാലും മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഡോക്ടർ റഹ്മാൻ സാഹിബ് കുറെ നേരമായി നമ്മളെ ക്ലാസ് റൂമിൽ. എന്തായാലും എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ ടൈമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡോക്ടർ സാറ് ഡോക്ടർ ടൈമുണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചോദ്യം എനിക്ക് ചോദിക്കാണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കാനുള്ളത്, എനിക്കൊരു ആൺകുട്ടിയുണ്ട്. അപ്പോ 1.5 വയസ്സില് മോനക്ക് ഒരു ഫിക്സിന്റെ അസുഖം വന്നു. അപ്പോ അത് വന്ന് തുടർച്ചയായി കുറച്ചു നേരം നീണ്ടു നിന്നത്. അങ്ങനെ അത് നീണ്ടു നിന്നപ്പോ ആദ്യം കുന്നംകുളം റോയൽ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പൊ അവിടുന്ന് ഡോക്ടർ അവിടുന്ന് മടക്കി. അങ്ങനെ 2-3 ഹോസ്പിറ്റലിൽ നീണ്ടു നിന്ന് കൊണ്ടുപോയി. അങ്ങനെ അത് തലയ്ക്ക് ബാധിച്ച വയസ്സിൽ തുടങ്ങിയതാണ്. അപ്പോ അന്ന് ആ സമയത്ത് നട്ടെല്ലിന്റെ മുകളിൽ എന്തോ കുത്തിയെടുത്ത് ഒരു പരിശോധനക്ക് അയച്ചു. അതുകൊണ്ട് അതാണ് ഇപ്പോ സംസാര ശേഷി നഷ്ടപ്പെടാൻ കാരണം എന്ന് ഇങ്ങനെ ഡോക്ടർമാര്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് പോയപ്പോ റോയലിലെ ഡോക്ടറോട് ചോദിച്ചപ്പോ അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി ഒരു സംശയത്തിന് മുകളിൽ ഞാൻ മൈക്കെടുത്താണ്. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി നമ്മളെ ഡോക്ടർ പറയും എന്ന് വിചാരിക്കുന്നു. ഞാൻ മൈക്കിടുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആബിദങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം ഇൻഷാ അല്ലാഹ്. അതായത് ഉസ്താദ് നിങ്ങൾ പറഞ്ഞതിൽ മനസ്സിലാവുന്നത് 1.5 വയസ്സിൽ പനിയോടുകൂടെ ആസ്മാരം ഉണ്ടാവുകയും അത് കൂടി നിൽക്കുകയും ചെയ്താൽ, പനിയോടുകൂടെ സാധാരണ ആസ്മാരം ഉണ്ടാവാറുണ്ട്, പനി കൊണ്ട് മാത്രം ഉണ്ടാവുക ആസ്മാരം ഉണ്ടാവും. പക്ഷെ അത് കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പരിശോധനകൾ നടത്തും. കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തലച്ചോറിന്റെ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കാറുണ്ട്. പക്ഷെ പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാകാം. അതായത് ഇൻട്രാക്രൈനൽ ടെൻഷൻ, അതായത് തലച്ചോറിനകത്തുള്ള പനി മാത്രം, പനിയോട് കൂടെ ഞാൻ പറഞ്ഞു പനി മാത്രം, സാധാരണ ഒരു ജലദോഷപ്പനി ഉണ്ടായി അല്ലെങ്കിൽ വൈറൽ പനി ഉണ്ടായി, ആ ഒരു കാരണം കൊണ്ട് മാത്രം 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ആസ്മാരം ഉണ്ടാകാം, വേറൊരു കാരണവും ഇല്ലാതെ. അതിന് ഫെബ്രുവരി സീഷൻ എന്ന് പറയും. അത് കുഴപ്പമില്ല, 6 വയസ്സ് കഴിഞ്ഞാൽ മാറും. അതേസമയം നിങ്ങളുടെ അത് ഒരു 15 മിനിറ്റിൽ കുറച്ച് സമയത്തെ അത് നിൽക്കുള്ളൂ. അതേസമയം നിങ്ങൾ പറഞ്ഞ പനി കുറെ കൂടുതൽ സമയത്തേക്ക് നിന്നു. അപ്പൊ അത് എന്താണ് എന്നറിയാൻ വേണ്ടി കൂടുതൽ പരിശോധനകൾ ആവശ്യമായിരുന്നു. ആ ഡോക്ടർ കുത്തിയെടുത്തതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ കുത്തിയെടുക്കുന്ന സമയത്ത് ചില പ്രിക്കോഷൻസ് ഉണ്ട്. ചിലപ്പോൾ അത് നോക്കിയിട്ടുണ്ടാവാം, നോക്കിയിട്ടുണ്ടായിരിക്കില്ല. ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിച്ചു എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് വിധി എന്ന് പറയാം. അതേസമയം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ തലച്ചോറിലെ ഇൻട്രാക്രൈനൽ ടെൻഷൻ എന്ന് പറയും. തലച്ചോറിനകത്തുള്ള ടെൻഷൻ, പ്രഷർ അത് വല്ലാതെ കൂടുതലാണെങ്കിൽ ആ സമയത്ത് കുത്താൻ പാടില്ല എന്നാണ്. ആ സമയത്ത് കുത്തിക്കഴിഞ്ഞാൽ തലച്ചോറിലുള്ളത് താഴേക്കിറങ്ങി വരികയും അത് നമ്മുടെ തലയോട്ടിയിലുള്ള ഒരു ഹെർണിയേഷൻ എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സംസാരശേഷിയുടെ പ്രശ്നം വരാം. അങ്ങനെ അല്ലാതെ ഈ തലച്ചോറിനകത്തുള്ള പൈപ്പ് കൊണ്ട് മാത്രം തന്നെയും ഈ സംസാരശേഷിയുടെ പ്രശ്നം വരാം. ഏതായിരുന്നാലും എന്ത് കാരണം കൊണ്ട് ഒന്ന് തറപ്പിച്ചൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുത്തിയെടുത്തത് കൊണ്ട് അങ്ങനെ വരാം, കുത്തിയെടുത്തുകൊണ്ട് വരാനുള്ള ഒരു സാധ്യത ഞാൻ പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രിക്കോഷൻസ് ചിലപ്പോൾ ഡോക്ടർ എടുത്തിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരാം. ആ ഡോക്ടർ എടുത്തിട്ടുണ്ടാവും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്ക് വേണം. എന്നാലും എന്നിട്ടും വന്നെങ്കിൽ പിന്നെ നമ്മുടെ വിധി എന്ന് പറയുന്നത് ചിലപ്പോൾ തലച്ചോറിനകത്തുള്ള പഴുപ്പ് വന്നു തന്നെ ആയിരിക്കാം. അല്ല അത്ര സമയത്തേക്ക് അങ്ങനെ ആസ്മാരം നിൽക്കേണ്ട കാര്യം ഇല്ല. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഗർഭപാത്രം ഓപ്പറേഷൻ ചെയ്ത് കളയുന്ന തരത്തിലുള്ള അസുഖങ്ങൾ കൂടിയിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ഗർഭപാത്രം എടുത്ത് കളയും. എന്തെങ്കിലും മുഴ ഉണ്ടാകുമ്പോൾ ആ മുഴ അപകടകരമായ രീതിയിലുള്ള മുഴയാണെങ്കിൽ എടുത്ത് കളയും. അതല്ല പ്രസവം കഴിഞ്ഞ് പ്രസവത്തിന്റെ
ഭാഗമായിട്ട് ബ്ലീഡിങ് വന്ന് ആ ബ്ലീഡിങ് നിൽക്കാതെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഗർഭപാത്രം തന്നെ എടുത്തു കളയും. പ്രസവം ബന്ധപ്പെട്ടുള്ള ബ്ലീഡിങ് പണ്ടും ഇപ്പോഴും ഒക്കെ ഉണ്ട്. തലച്ചോറിൽ വെള്ളമെന്നല്ല, ബ്രെയിനിനെ ചുറ്റിയിട്ട് ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ അടുത്ത പഴയ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ക്യാൻസർ എല്ലാ തരത്തിലുള്ള ക്യാൻസറുകളും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടുള്ള ക്യാൻസർ വന്ന് അത് കാരണമാണ് ഗർഭപാത്രം എടുത്ത് കളയുന്നതെങ്കിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ അവർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കില്ല. പണ്ടത്തെ കാലത്തൊക്കെ അവിടെ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടായിരുന്നിരിക്കണം. നമ്മൾ ചിലപ്പോൾ അത് കൂടുതൽ പരിശോധിക്കാനുള്ള സൗകര്യം കുറവോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ അത് നമ്മൾ കൂടുതൽ നോക്കിയിട്ടുണ്ടായിരിക്കില്ല. അതും ഒരു കാരണമാവാം. ഏതായാലും ഈ ക്യാൻസർ പഴയതിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ എന്നുള്ളത് തീർച്ചയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ചുറ്റുപാട്, ജീവിതശൈലി, എല്ലാ കാര്യങ്ങളും, എല്ലാ ക്യാൻസർ ഉണ്ടാകാൻ ഇപ്പോഴത്തെ ജീവിതശൈലികൾ ധാരാളം മതി. പൊതുവെ അത്രേ ആ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇനി മണിയർസ്ഥാന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈർ. ഇന്നത്തെ നമ്മുടെ ബുശ്റാക്കുൽ യൗമിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ റഹ്മാൻ സാഹിബിന്റെ ശരീരത്തെ അറിയുക, സൃഷ്ടാവിനെ അറിയുക എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ പങ്ക്തി ക്ലാസ് നടന്നത്. വളരെ നല്ല നിലയിൽ നടക്കുകയും ഒരുപാട് ചോദ്യക്കാർക്ക് ഉത്തരം നൽകുകയും ചെയ്തു. പ്രത്യേകം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും ഇതിന് രണ്ടാം ഭാഗമായിട്ടുണ്ടാവും. അത്